ആഴമാർന്ന നിൻ മഹത്യാഗത്തെ ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. ആഴമാർന്ന നിൻ മഹത്യാഗത്തെ പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയും. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയും. പകരം എന്തു നൽകും ഞാനിനി? നന്ദിയാലെന്നും വാഴ്ത്തിയിടും സൃഷ്ടാവേ. പകരം എന്തു നൽകും ഞാനിനി? നന്ദിയാലെന്നും വാഴ്ത്തിയിടും സൃഷ്ടാവേ. അടിപ്പീണരിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ. അടിപ്പീണരിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ. പകരം എന്തു നൽകും ഞാനിനി? എന്നാരോഗ്യം നൽകുന്നു താതനാ. പകരം എന്തു നൽകും ഞാനിനി? എന്നാരോഗ്യം നൽകുന്നു താതനാ. ശബ്ദത്തെ വിടുതൽ നൽകും നിൻ ഇമ്പവചനത്തെ. മൊഴിയിൽ കേട്ടു രക്ഷയിൻ ശബ്ദത്തെ. വിടുതൽ നൽകും നിൻ ഇമ്പവചനത്തെ. പകരം എന്തു നൽകും ഞാനിനി? ദേശത്തെങ്ങും പോകും സുവിശേഷവുമാ. പകരം എന്തു നൽകും ഞാനിനി? ദേശത്തെങ്ങും പോകും സുവിശേഷവുമാ. നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കാ, ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കാ. നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾ
ഞങ്ങൾക്കാ ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കാ പകരം എന്തു നൽകും ഞാനിനി അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ പകരം എന്തു നൽകും ഞാനിനി അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ പകരം എന്തു നൽകും ഞാനിനി ഹൃദയം പൂർണ്ണമായി നൽകും നാഥനേ പകരം എന്തു നൽകും ഞാനിനി നന്ദിയാലെന്നും വാഴ്ത്തിടും സൃഷ്ടാവേ പകരം എന്തു നൽകും ഞാനിനി എന്നാരോഗ്യം നൽകും പാദനാ പകരം എന്തു നൽകും ഞാനിനി ദേശത്തെങ്ങും പോകും സുവിശേഷവുമാ ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം വീഴും വഴിയിൽ താഴും ചുഴിയിൽ മിഴി തേടി നിൻ രൂപം ഇടം വലവും ഇരുൾ പെരുകി ഇല്ല വേറൊരാളെന്നെ വന്നു താങ്ങുവാൻ നാഥ ഇല്ല വേറൊരാളെന്നെ വന്നു താങ്ങുവാൻ നാഥ ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം നമുക്ക് അല്പസമയം ഇന്നത്തെ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. Praise you, Lord. Thank you, Jesus. We praise you. We praise you. Thank you, Lord. Thank you, Lord. Hallelujah. Hallelujah. Praise God. Praise God. Hallelujah. ഈ ഗസം ഗോസ്പൽ മിഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ സ്പെഷ്യൽ മീറ്റിംഗ്സിന്റെ മൂന്നാമത്തെ ദിവസം അവസാനത്തെ ദിവസത്തേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിച്ചു. കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ കർത്താവ് തന്റെ ദാസന്മാരെ ധൈര്യപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. ഈ അവസാന ദിവസം കർത്താവ് വീണ്ടും നമ്മോട് സംസാരിക്കേണ്ടതിനായി ഇടപെടേണ്ടതിനായി ദൈവത്തിന്റെ കാര്യത്തിൽ നമുക്ക് പ്രാർത്ഥന വേണ്ടിയായിരിക്കും. ഫാസ്റ്റർ സിയോ എബ്രഹാം പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് തുടങ്ങുന്നതായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വയവഴക്കായി നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. പലയിടങ്ങളിലായി നിന്നെ ആരാധിച്ച ശേഷം ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ കടന്നു വന്നതിന് സന്നിധിയിലായിരിക്കാൻ
നീ ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം. കഴിഞ്ഞ 2 ദിവസത്തെ മീറ്റിംഗിൽ ദൈവത്തിന്റെ വലിയ അനുഗ്രഹം പകർന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഞങ്ങളോട് കൂടി വരിക്കുന്നത് ഞങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ഹൃദയം നുറങ്ങിയ അവസ്ഥയിൽ ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദിവസമായി മാറുവാൻ, ഒരു വിടുതലിന്റെ പകൽക്കാല ഈവനിംഗ് ആയി മാറുവാൻ കൃപയെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മിഷനായി പ്രാർത്ഥിക്കുന്ന അവരെ അനുഗ്രഹിക്കണമേ. ഇതിന്റെ ഉദ്ദേശം കർത്താവിന് മാത്രം അറിയാൻ പ്രേക്ഷിച്ചു ദൈവം അറിയുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സകലം നിന്റെ സന്നി സമർപ്പിക്കുന്ന കർത്താവേ, ഈ ആരാധന മീറ്റിംഗിൽ ഏറ്റവും അനുഗ്രഹമായി ഇന്ന് രാത്രി ഇവിടെ സംസാരിക്കുന്ന വചനം ഏറ്റവും ശക്തിയോടുകൂടി സംസാരിക്കുന്നത്, ജീവിതത്തിൽ മുറിച്ചിടുന്നതായി അന്ധകാര ശക്തിയെ വിടിവിക്കുന്നതായി തീർണമെന്ന് പ്രാർത്ഥിക്കുന്ന പ്രേക്ഷിനോട് ദാസന്മാരെ നീ അഭിഷേകം ചെയ്യണം കർത്താവേ. ദൈവത്തിന്റെ നാമത്തിന്റെ മുമ്പ് ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾ ഒരു തീരുമാനത്തോടുകൂടി ഉറപ്പോടുകൂടി ഇവിടെ ആയിരിക്കാൻ നീ സഹായിക്കണമേ. ആ ദൈവശക്തി ഇന്ന് ഈവനിങ്ങിൽ ഇവിടെ വ്യാപരിക്കട്ടെ കർത്താവേ. അന്ധകാരത്തിന്റെ ശക്തി ഇവിടുന്ന് വിട്ടുപോകണം കർത്താവേ. യേശുവിന്റെ നാമത്തിലുള്ള വിടുതൽ ഞങ്ങൾ അനുഭവിപ്പാൻ, യേശുവിന്റെ നാമത്തിലുള്ള ശക്തി അനുഭവിപ്പാൻ നിന്റെ ശക്തി ഇവിടെ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അത്യന്ത ശക്തി മൺകൂടാതെ ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമാണ് ഞങ്ങൾ അറിയുന്നു. ഇന്ന് രാത്രി അതിവിടെ പ്രവഹിക്കട്ടെ കർത്താവേ. ജീവിതങ്ങൾ വിടുവിക്കപ്പെട്ട കർത്താവേ, രോഗികൾ സൗഖ്യമാകട്ടെ സഹായിക്കണമേ. ബന്ധനങ്ങൾ അഴിയട്ടെ കർത്താവേ. ആത്മാവിൽ ദൈവത്തെ ആരാധിച്ച് ബലപ്പെടുവാൻ ഇന്ന് രാത്രി ഇവിടെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. നിന്റെ നേതൃത്വം വഹിക്കുന്ന ദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നീ അനുഗ്രഹിക്കണമേ. ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരും നിന്റെ കരങ്ങൾ വെക്കും ദൈവദാസന്മാരെ നീ ശക്തീകരിക്കണമേ. ഇവിടെ വചനം സംസാരിക്കുന്ന ദാസനെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ അത്ഭുതത്തിന്റെ ദിവസമായി മാറണമേ. ആത്മാവിൽ ബലപ്പെടുവാൻ നീ സഹായിക്കുന്നു. ഒരു മടങ്ങിവരവിന്റെ ദിവസങ്ങളായി, ഒരു തീരുമാനത്തിന്റെ ദിവസങ്ങളായി നീ തീരുവാൻ നീ സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ യോഗത്തിന്റെ കരങ്ങളിലേക്ക് വരമേൽപ്പിക്കുന്നു. കടന്നു വന്ന എല്ലാവരും നീ അനുഗ്രഹിക്കണമേ. എന്റെ നാമത്തിന് മുമ്പ് ഞങ്ങളെ തന്നെ താഴ്ത്തുന്ന ഞങ്ങൾ പ്രശംസിപ്പാനില്ല, കർത്താവിൽ പ്രശംസിപ്പാൻ മാത്രം ഞാൻ കിടവരണമെന്ന് പ്രാർത്ഥിക്കുന്ന കരങ്ങളിലേക്ക് വരമേൽപ്പിക്കുന്നു. ലീഡ് ചെയ്യുന്ന ദൈവദാസനായി പ്രാർത്ഥിക്കുന്നു. നീ അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കുമാറാകണമേ. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഏത് സമയത്തും ഏത് ദിവസത്തും ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുമ്പോൾ നീതിമാന്മാരായിരിക്കുന്ന ഹല്ലേലൂയ, നീതിമാന്മാരെ യഹോവയെ സ്തുതിപ്പീൻ. അങ്ങനെയെങ്കിൽ ഇതുപോലെ കാലം വിശുദ്ധ ആരാധനയ്ക്ക് ശേഷം ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം കടന്നു വന്നിരിക്കുന്ന നമ്മൾക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ഇടവരുത്തുമാറാകട്ടെ. സ്തോത്രയാഗമാം സുഗന്ധം ശുദ്ധരിൻ അധരങ്ങളിൽ നിന്നും ആനന്ദമാം സംഗീതം ആരാധനയിൽ എന്നും എന്നുള്ള പാട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. സ്തോത്രയാഗമാം സുഗന്ധം ശുദ്ധരിൻ അധരങ്ങളിൽ നിന്നും ആനന്ദമാം സംഗീതം ആരാധനയിലെന്നുമേ. സ്തോത്രയാഗമാം സുഗന്ധം ശുദ്ധരിൻ അധരങ്ങളിൽ നിന്നും ആനന്ദമാം സംഗീതം ആരാധനയിലെന്നുമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം യേശുവിനെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം യേശുവിനെ. ഭക്തന്മാരിൻ ഞരക്കം കേട്ടു മരണത്തിൻ താഴ്വരയിൽ ഇന്നും മാറ്റി വല്ലഭൻ നൽകും പുതുജീവനെന്നുമേ. ഭക്തന്മാരിൻ ഞരക്കം കേട്ടു മരണത്തിൻ താഴ്വരയിൽ ഇന്നും മാറ്റി വല്ലഭൻ നൽകും പുതുജീവനെന്നുമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം യേശുവിനെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം യേശുവിനെ. അഗതികളിൻ പ്രാർത്ഥന കേൾക്കും മനസ്സലിഞ്ഞു
കഷ്ടങ്ങളിൽ നിന്നും നീക്കി വിടുവിച്ചിടും പ്രിയ യേശുവൻ സങ്കേതമേ. അഗതികളിൻ പ്രാർത്ഥന കേൾക്കും മനസ്സലിഞ്ഞു കഷ്ടങ്ങളിൽ നിന്നും മാറ്റി വിടുവിച്ചിടും പ്രിയ യേശുവൻ സങ്കേതമേ. ഹല്ലേലൂയ 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 സ്തോത്രം യേശുവിനെ. ഈ പാട്ടിന്റെ അടുത്ത സ്റ്റാൻസ് നമ്മൾ പാടുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കരങ്ങളെ അടിച്ച് പാടി നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. ഈ പാട്ട് മാത്രമേ പ്രാരംഭത്തിൽ പാടുന്നുള്ളൂ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് എല്ലാ കരങ്ങളും അടിച്ച് പാടി നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രയാഗമാം സുഗന്ധം ശുദ്ധരിൻ അധരങ്ങളിൽ ഇന്നും ആനന്ദമാം സംഗീതം ആരാധനയിലെന്നുമേ. സ്തോത്രയാഗമാം സുഗന്ധം ശുദ്ധരിൻ അധരങ്ങളിൽ ഇന്നും ആനന്ദമാം സംഗീതം ആരാധനയിലെന്നുമേ. ഹല്ലേലൂയ 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 സ്തോത്രം യേശുവിനെ. ഹല്ലേലൂയ 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 സ്തോത്രം യേശുവിനെ. മെച്ചന്മാരി ജലക്കം കേട്ടു വീണാത്തിൻ താഴ്വരയിൽ നിന്നും മാറ്റി വല്ലവൻ നൽകും പുതുജീവനെന്നുമേ. മെച്ചന്മാരി ജലക്കം കേട്ടു മരണത്തിൻ താഴ്വരയിൽ നിന്നും മാറ്റി വല്ലവൻ നൽകും പുതുജീവനെന്നുമേ. ഹല്ലേലൂയ 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 സ്തോത്രം യേശുവിനെ. ഹല്ലേലൂയ 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 സ്തോത്രം യേശുവിനെ. അഗതികളിൻ പ്രാർത്ഥന കേൾക്കും മനസ്സലിഞ്ഞു കഷ്ടങ്ങളിൽ നിന്നും നീക്കി വിടുവിച്ചിടും പ്രിയ യേശുവൻ സങ്കേതമേ. അഗതികളിൻ പ്രാർത്ഥന കേൾക്കും മനസ്സലിഞ്ഞു കഷ്ടങ്ങളിൽ നിന്നും നീക്കി വിടുവിച്ചിടും പ്രിയ യേശുവൻ സങ്കേതമേ. ഹല്ലേലൂയ 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 സ്തോത്രം യേശുവിനെ. ഹല്ലേലൂയ 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 സ്തോത്രം യേശുവിനെ. ആമേൻ. ഹല്ലേലൂയ. എല്ലാവർക്കും പ്രൈസ് ദി ലോർഡ്. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. വിശേഷാൽ നമ്മുടെ മധ്യേ ആയിരിക്കുന്ന ശ്രേഷ്ഠ ദൈവകൃത്യനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ കെ.സി. തോമസ് അദ്ദേഹത്തെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. IPCയുടെ സ്റ്റേറ്റ് പ്രസിഡന്റായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന കർത്താവിന്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. താൻ ബോംബെ ദാദർ ചർച്ചിന്റെ പാസ്റ്ററായിരിക്കുന്ന സമയം മുതൽ എനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട്. താൻ കുവൈറ്റിലായിരിക്കുമ്പോൾ അവിടെ കടന്നു ചെല്ലുവാനും എനിക്ക് അദ്ദേഹത്തോട് സമയമായിരിക്കാനും സഹായിച്ചു. അങ്ങനെ
വളരെ മുൻപരിചയമുള്ള ഒരു കർത്താവിൻ്റെ ദാസനാണ്. കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് വളരെ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മിനിസ്ട്രി ഗത്സമനെ ഗോസ്പൽ മിഷൻ നമ്മുടെ പ്രിയ സഹോദരന്മാർ സജി തട്ടയിൽ, ജോസ് ബേബി, അതുപോലെ പൊടിയൻ തോമസ് എന്നിവർ ചേർന്ന് ആരംഭിച്ചിരിക്കുന്നതായ ഈ മിനിസ്ട്രി ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ അനേക മിനിസ്ട്രികൾ ഉണ്ടായി വരട്ടെ എന്ന് ഞാൻ റിയലി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കാരണം അനേക ആത്മാക്കൾ ഇനിയും ദൈവവചനം കേൾക്കുവാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. Untold millions are still there who have been heard the word of God and going into Christless eternity. Amen. We have the great responsibility to do the work of Him that has sent us while it is still day, because the night is coming when no one will be able to work. Hallelujah. മിഷൻ പ്രവർത്തനങ്ങളോട് എനിക്ക് വലിയ താല്പര്യമാണ്. കാരണം കഴിഞ്ഞ 25 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ ഒരു മിഷൻ പ്രവർത്തനം കർണാടക കേന്ദ്രീകരിച്ച് ആരംഭിക്കാൻ കർത്താവ് സഹായിച്ചു. ഏകദേശം 100 സഭകൾ അവിടെയുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലുമുണ്ട്, ഒറീസയിൽ, ഗുജറാത്തിൽ ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആ വേലയെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ദയവായി അപേക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ മിഷന്റെ ഔപചാരികമായ ഡെഡിക്കേഷൻ പ്രയർ കർത്താവിന്റെ വലിയൊരു ദാസൻ പാസ്റ്റർ KC തോമസ് ഇപ്പോൾ നിർവഹിക്കും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മീറ്റിങ്ങിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഞങ്ങളുടെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവരദാസൻ പാസ്റ്റർ കുര്യൻ ജോർജ് അവർ, ഈ സഭയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ കർത്തൃദാസ പാസ്റ്റർ മോനെ മാത്യു അവറുകൾ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ അനുഗ്രഹീത കർത്തൃദാസന്മാർക്കും, എല്ലാ സഹോദരന്മാർക്കും, എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കും. ഗതസവന ഗോസ്ബൽ മിഷൻ്റെ പ്രവർത്തന ഉദ്ഘാടനത്തിന് വേണ്ടി പ്രിയപ്പെട്ട സഹോദരന്മാർ എന്നോട് ആവശ്യപ്പെട്ടു. വളരെ സ്നേഹിക്കുന്ന കർത്തൃദാസന്മാരായതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇന്ന് 9 മണിക്കത്തെ ഫ്ലൈറ്റിന് ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന വഴിയാണ്. അതുകൊണ്ട് അധികം സമയം എനിക്കിവിടെ എടുക്കുവാനില്ല. ബ്രദർ സജി തട്ടയിലുമായി ദീർഘവർഷങ്ങളായിട്ടുള്ള വലിയ ഒരു സ്നേഹബന്ധമാണുള്ളത്. നാട്ടിലും ഇവിടെയൊക്കെയും അദ്ദേഹം കർത്താവിന് വേണ്ടി ദീർഘവർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീതനായൊരു സഹോദരനാണ്. എൻ്റെ കൂടെയുള്ള സഹോദരന്മാരെയും പരിചയമുണ്ട്. ജോസ് ബേബി, പാസ്റ്റർ പൊടിയൻ തോമസ്, അവരെല്ലാവരും സംഘടിതമായിട്ട് സുവിശേഷം അറിയിക്കുവാൻ, സുവിശേഷം എത്തിയിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ ദൈവദാസന്മാരെ അയച്ച് സുവിശേഷ പ്രവർത്തനം നടത്തണമെന്നുള്ള വലിയൊരു ദർശനം, വലിയൊരു ആത്മഭാരം അവരുടെ ഹൃദയത്തിലുണ്ടായി. ഞാൻ ഒരുപാട് സംസാരിച്ചപ്പോൾ ആന്ധ്രയിലും കേരളത്തിലും സുവിശേഷം എത്തിയിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ ദൈവദാസന്മാരെ സ്പോൺസർ ചെയ്ത് അയക്കുവാനും സുവിശേഷ പ്രവർത്തനം നടത്തി ആത്മാക്കളെ തേടി സഭ സ്ഥാപിച്ചു കഴിയുമ്പോൾ ഏറ്റവും അടുത്തുള്ള സഭയ്ക്ക്, പ്രസ്ഥാനത്തിന് അത് വിട്ടുകൊടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് അവർക്കുള്ളത്. പ്രത്യേകമായിട്ടൊരു സംഘടന, ഒരു സഭ സ്ഥാപിക്കുന്ന ലക്ഷ്യമല്ല എന്ന് കേൾക്കുവാനിടയായി. വലിയ ആത്മഭാരത്തോടു കൂടെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഈ പ്രവർത്തനത്തിൽ മുമ്പോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതിൽ ഞാൻ അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു, പ്രശംസിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രയത്നങ്ങൾ കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിയുന്നതിനാൽ കർത്താവിൻ്റെ പേര് എപ്പോഴും വർദ്ധിച്ചു വരുന്നവരാകുവീനെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നു. ചെയ്യുവാൻ നിനക്ക് ശക്തി വരുന്നതൊക്കെയും, ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യുക എന്നൊരു വാക്യം സഭാപ്രസംഗ പുസ്തകത്തിലുണ്ട്. ചെയ്യാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെ ശക്തിയോടെ കൂടെ ചെയ്യാം. ദൈവം നമുക്ക് വരുന്ന അവസരങ്ങൾ ദൈവനാമമഹത്വത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വ്യാപ്തിക്ക് വേണ്ടി വിനിയോഗിക്കാൻ കഴിയുന്നെങ്കിൽ അതിനെപ്പോലെ ശ്രേഷ്ഠമായ
ഒരു ശുശ്രൂഷ വേറെ ഇല്ല എന്നുള്ള കാര്യം ഓർമ്മിക്കുക. കുറേ ആളുകൾ വിമർശിക്കുന്നവരുണ്ടായിരിക്കാം. വിമർശനം കൊണ്ട് നടക്കുന്നതിനേക്കാൾ, കുറ്റം പറഞ്ഞ് നടക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, ഏതെങ്കിലും വിധത്തിൽ കർത്താവിൻ്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി, ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുന്നെങ്കിൽ അതത്ര ശ്രേഷ്ഠമേറിയ കാര്യമാണ്. ഒരാത്മാവിന് വില ഭൂലോകത്തേക്കാൾ വലുതാണെന്ന് ഓർക്കുമ്പോൾ നമുക്ക് അടങ്ങിയിരിക്കുവാൻ കഴിയുകയില്ല. യേശു കാൽവരി ക്രൂശിൽ മരിച്ചത് ഏതെങ്കിലും ഒരു രാജ്യക്കാർക്ക് വേണ്ടിയോ, ഏതെങ്കിലും ജാതിക്കാർക്ക് വേണ്ടിയോ, ഏതെങ്കിലും ഒരു മതക്കാർക്ക് വേണ്ടിയോ അല്ല എന്ന് നമുക്കറിയാം. സകല ഭൂസ്യമവാസികളുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ നമ്മുടെ കർത്താവായ യേശു പിടഞ്ഞ് മരിക്കുവാൻ തയ്യാറായപ്പോൾ ആ രക്ഷയുടെ സന്ദേശം മുഴുവൻ ലോകവും അറിയണം. സകല മനുഷ്യരും സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിച്ച് ദൈവത്തിലേക്ക് കടന്നു വരണം എന്നുള്ള ആഗ്രഹമാണ് ദൈവത്തിനുള്ളത്. ആയതിനാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ തക്കത്തിൽ വിനിയോഗിക്കാം. ഒരു ദിവസം പറഞ്ഞ സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലതും സുവിശേഷം നിമിത്തം ചെയ്യും. സുവിശേഷത്തിൽ പങ്കാളികളാകുവാൻ, സുവിശേഷം നിമിത്തം സകലതും ചെയ്യുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിദാസൻ മാസ്റ്റർ ഷമീർ കൊല്ലത്തെ ഓർത്ത് പ്രത്യേകം സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തെ ഈ ദിവസങ്ങൾ ദൈവശക്തിയോടെ രാജ്യത്തിൽ ഉപയോഗിക്കുന്നതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ദൈവത്തിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിച്ച് മിനിസ്ട്രി ദൈവങ്ങളിൽ പ്രാർത്ഥിച്ച് ഫലമേൽപ്പിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. മഹാപരിശുദ്ധത്തിൽ തിരുവാൻ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വലിയ തിരഞ്ഞെടുപ്പിനെ ഓർത്ത് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അവിടെ ഞങ്ങളെ സ്നേഹിച്ചതോർത്ത്, അവിടെ ഞങ്ങളെ രക്ഷിച്ചതോർത്ത്, ഞങ്ങളെ ഈ കൃപയിലേക്ക് കൊണ്ടുവന്നതോർത്ത്, ഞങ്ങളുടെ ഇവിടെ തന്നിരിക്കുന്ന സന്തോഷത്തെയും സമാധാനത്തെയും പ്രത്യാശയും ഓർത്ത് ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. വലിയ രക്ഷ യേശു ക്രിസ്തുവിൽ കൂടെ ഞങ്ങൾക്ക് നൽകിയതിനാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ രക്ഷയുടെ അനുഭവം പ്രാപിക്കാത്ത അനേക ആയിരങ്ങൾ, അനേക ലക്ഷങ്ങൾ, അനേക ജനകോടികൾ ഞങ്ങൾ താമസിക്കുന്ന ലോകത്തുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. യേശുവിനെ അറിയാത്തവരൊക്കെ നിത്യ നരകത്തിലേക്ക്, നിത്യനാശത്തിലേക്ക് പോവുകയാണെന്ന് ഞങ്ങൾ അറിയുന്നത് കൊണ്ട് കഴിയുമെങ്കിൽ ചിലരെങ്കിലും ആ നരക തീച്ചൂടെ നിന്ന് വലിച്ചെടുക്കുവാൻ ദൈവം ഞങ്ങളെ ഉപയോഗിക്കണമേ. അതിനുവേണ്ടി ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഗതസവന ഗോസ്പൽ മിഷൻ എന്ന പേരിൽ ഒരു സുവിശേഷ പ്രവർത്തനം ആരംഭിക്കുവാൻ തക്കോണം ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക്, പ്രിയ ബ്രദർ സജി തൊട്ടയിൽ, ബ്രദർ ജോസ് ബേബി, പാസപ്പൊടിയൻ തോമസ് മുതലായ കർത്തൃദാസന്മാരുടെ ഹൃദയത്തിൽ അവിടെ ഇവിടുത്തെ വലിയ പ്രേരണയ്ക്കായി, ദർശനത്തിനായി, ആത്മഭാരത്തിനായി ഞങ്ങളൊക്കെ സ്തുതിക്കുന്ന കർത്താവേ, ആ ശുശ്രൂഷ ഇന്ന് ഞങ്ങളോട് പ്രാർത്ഥിച്ച് ആരംഭിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും കൃപയും ഈ ശുശ്രൂഷയുടെ മേൽ അവിടുന്ന് പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെ വലിയ പ്രവർത്തനം നടക്കുവാൻ, അനേകരെ ദൈവകൃപയിലേക്ക് നയിക്കുവാൻ, അനേകം നിത്യ നരകത്തുനിന്ന് വലിച്ചെടുത്ത് നിത്യ ജീവന്റെ അവകാശികളാക്കി തീർക്കുന്ന വലിയ ദൗത്യത്തിലേക്ക് പ്രിയപ്പെട്ടവരെ അവിടുന്ന് ശക്തിയായിട്ട് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയത്തിന്റെ താല്പര്യങ്ങള്, അവരുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങള്, അവരുടെ ഹൃദയത്തിന്റെ ലക്ഷ്യങ്ങള് എല്ലാം അവിടുന്ന് അറിയുന്നതിനാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ബലഹീനരാണ് കർത്താവേ. ഞങ്ങളുടെ ബലഹീനതയ്ക്ക് തുടർ നൽകുവാൻ അങ്ങയുടെ ആത്മാവിനെ, പരിശുദ്ധ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകിയിരിക്കുക. ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകണമെന്ന് അരുളി ചെയ്ത കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അവിടെ പ്രത്യേകമായിട്ട് അഭിഷേകം ചെയ്ത് അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും അഭിഷേകം ചെയ്ത് ശക്തിയോടുകൂടെ ഞങ്ങളുടെ രാജ്യത്ത്, ഞങ്ങളുടെ സംസ്ഥാനങ്ങളില് അവരെ അവിടുന്ന് ഉപയോഗിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനാവശ്യമായ എല്ലാ കൃപകളും അവർക്ക് കൊടുക്കണമേ. ആ മിനിസ്ട്രിയോട് ബന്ധത്തിലുള്ള എല്ലാ ആവശ്യങ്ങളിലും ദൈവരെ സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനെതിരാളില്ല പോരുകളെയും പോരാട്ടങ്ങളെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ
ഞങ്ങൾ ജയമെടുക്കുന്നു. ദൈവപുത്രനെ ഞങ്ങളിവിടെ മഹത്വപ്പെടുത്തുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഗതസമന ഗോസ്പൽ മിഷന്റെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമായി തീരുവാൻ സഹായിക്കണമേ. ദൈവപുത്രനെ ഉയർത്തണമേ. സകല മഹത്വവും അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിച്ചത് ദയോടെ കേൾക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഗതസമന ഗോസ്പൽ മിഷന്റെ പ്രവർത്തനങ്ങൾ ഔപചാരികമായി ഞാനിവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നതായി പ്രസ്താവിച്ചുകൊള്ളുന്നു. നമ്മുടെ കരങ്ങളെ അടിച്ച് നമ്മുടെ ദൈവത്തെ കർത്താവിന്റെ വരവിന്റെ സമയമായിരിക്കുന്നതായ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. വിശേഷാൽ കർത്താവിന്റെ ദാസന ശുശ്രൂഷയിൽ ഞാൻ കഴിഞ്ഞ ദിവസത്തോട് പറഞ്ഞതുപോലെ കർത്താവിന്റെ വരവ് മാത്രം ഇനിയും നടക്കാനിരിക്കുന്നതായ സംഭവമാണ്. ബാക്കി എല്ലാം നടന്നു കഴിഞ്ഞു. അത് ഓരോന്നായി അക്കവിട്ട് പറയുമ്പോൾ നമ്മളെ തന്നെ ഒന്നുകൂടെ ദൈവസന്നിധാനത്തിൽ ശക്തമായി സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാൻ തക്കവണ്ണം വിശേഷാൽ ഈ ദിവസങ്ങളിലായി ഇടവരുത്തുമാറാകട്ടെ. നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മളെപ്പോഴും കേൾക്കുന്നവരായിട്ടല്ല, ഒന്നുകൂടെ ദൈവസന്നിധാനത്തിൽ നമ്മളെ തന്നെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കാൻ തക്കവണ്ണം ദൈവം സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. യേശുനായക പാപശാപനായക വീണ്ടെടുത്ത നിഞ്ജനത്തിനാത്മനായക യേശുനായക പാപശാപനാശക വീണ്ടെടുത്ത നിഞ്ജനത്തിനാത്മനായക കണ്ടു ഞാൻ ദൈവ സ്നേഹമീശൻ ക്രൂശിന്മേ പണ്ടു ഞാൻ അറിഞ്ഞതില്ലെന്നോർത്തു നീറുന്നേ കണ്ടു ഞാൻ ദൈവ സ്നേഹമീശൻ ക്രൂശിന്മേ പണ്ടു ഞാൻ അറിഞ്ഞതില്ലെന്നോർത്തു നീറുന്നേ ഉണ്ടെനിക്കു നാടുമേലിലെന്നതോർക്കുമ്പോൾ വേണ്ടെനിക്ക് മിസ്രയേമിൻ നിക്ഷേപങ്ങളെ ഉണ്ടെനിക്കു നാടുമേലിലെന്നതോർക്കുമ്പോൾ വേണ്ടെനിക്ക് മിസ്രയേമിൻ നിക്ഷേപങ്ങളെ യേശുനായക പാപശാപനാശക വീണ്ടെടുത്ത നിഞ്ജനത്തിനാത്മനായക യേശുനായക പാപശാപനായക വീണ്ടെടുത്ത നിഞ്ജനത്തിനാത്മനായക നിൻവരാവിൻ ലക്ഷ്യങ്ങളുമെങ്ങും കാണുന്നേ ജാതി ജാതിയോട് പോരിനായുധങ്ങളാ നിൻവരാവിൻ ലക്ഷ്യങ്ങളുമെങ്ങും കാണുന്നേ ജാതി ജാതിയോട് പോരിനായുധങ്ങളാ വ്യാധി മൂലം ഖേദിക്കുന്നീ മാനവരെല്ലാം ക്ഷാമവും ഭൂകമ്പവും അവിടവിടയാ വ്യാധി മൂലം ഖേദിക്കുന്നീ മാനവരെല്ലാം ക്ഷാമവും ഭൂകമ്പവും അവിടവിടയാ യേശുനായക യേശുനായക പാപശാപനാശക വീണ്ടെടുത്ത വിഞ്ജനത്തിനാത്മനായക അന്ത്യകാല സംഭവങ്ങളാലെ ഭൂവനം മാരകായുധങ്ങളാലെ ലോകരാഷ്ട്രങ്ങൾ അന്ത്യകാല സംഭവങ്ങളാലെ ഭൂവനം മാരകായുധങ്ങളാലെ ലോകരാഷ്ട്രങ്ങൾ സായുധ സമരത്തിന് കളമൊരുക്കുന്നേ വരവിനെന്തു താമസിക്കുന്നേ സായുധ സമരത്തിന് കളമൊരുക്കുന്നേ വരവിനെന്തു താമസിക്കുന്നേ യേശുനായക പാപശാപനാശക വീണ്ടെടുത്ത നിഞ്ജനത്തിനാത്മനായക യേശുനായക പാപശാപനാശക വീണ്ടെടുത്ത നിഞ്ജനത്തിനാത്മനായക വെള്ളി പൊന്നുമല്ല എന്നെ വീണ്ടെടുത്തത് ക്രിസ്തുയാതിനം കരുണയായി കഴുകയാ വെള്ളി പൊന്നുമല്ല എന്നെ വീണ്ടെടുത്തത് ക്രിസ്തുയാതിനം കരുണയായി കഴുകയാ വസ്തുതകൾ വന്യമല്ല എന്റെ നാവിനാൽ
ക്രൂശിൽ നിർവഹിച്ച ദൈവനിർണയം വസ്തുതകൾ മന്യമല്ല എന്റെ നാവിനാൽ. ക്രൂശിൽ നിർവഹിച്ച ദൈവനിർണയം യേശുനായക പാപശാപനാശക വീണ്ടെടുത്ത ജനത്തിനാത്മനായക യേശുനായക പാപശാപനാശക വീണ്ടെടുത്ത ജനത്തിനാത്മനായക. കണ്ടുകണ്ടിട്ടില്ല വിണ്ണിൽ ഭാവി രൂപങ്ങൾ കേൾപ്പതില്ല സ്വർഗ ശീലവിൻപനാദങ്ങൾ. കണ്ടുകണ്ടിട്ടില്ല വിണ്ണിൽ ഭാവി രൂപങ്ങൾ കേൾപ്പതില്ല സ്വർഗ ശീലവിൻപനാദങ്ങൾ. ഒന്നു ഞാൻ അറിയും നേഹവാസം ഓർക്കുമ്പോൾ എന്നിടം മറന്നു ഗാനമന്നു പാടുമേ. ഒന്നു ഞാൻ അറിയും നേഹവാസം ഓർക്കുമ്പോൾ എന്നിടം മറന്നു ഗാനമന്നു പാടുമേ. യേശുനായക പാപശാപനാശക വീണ്ടെടുത്ത ജനത്തിനാത്മനായക യേശുനായക പാപശാപനാശക വീണ്ടെടുത്ത ജനത്തിനാത്മനായക യേശുനായക പാപശാപനാശക വീണ്ടെടുത്ത ജനത്തിനാത്മനായക. രാത്രിയോട് വലിയ മ്യൂസിക് എത്തിക്കാം. സർവസൃഷ്ടിയോടും ഒന്നായി പോയിട്ടിരുന്ന സൃഷ്ടാവിനെ സ്തുതിക്കുക ഞാൻ എന്നുള്ള പാട്ട് എല്ലാവർക്കും കാണാൻ അറിയാവുന്ന പാട്ടാണ്. നമ്മൾ ദൈവത്തെ പാടി നമുക്ക് സ്തുതിക്കാം. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈശോടികാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. ഈശോടികാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ ഹാ എത്ര നല്ലവൻ ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ ഹാ എത്ര നല്ലവൻ ഇന്നുമെന്നും കൂടെയുള്ളവൻ. തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം തൻ സ്നേഹമാശ്ചര്യമേ. തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം തൻ സ്നേഹമാശ്ചര്യമേ. എല്ലങ്ങളും എന്നകുറ്റങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവൻ ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവൻ ഇന്നുമെന്നും കൂടെയുള്ളവൻ. ലോകശൈലിക്കു സഹായകനും ഗീതവുമവൻ. ലോകശൈലിക്കു സഹായകനും നല്ല വൈദ്യനും ദിവ്യൗഷധവുമൻ ആത്മസഖിയുമവൻ തന്നെ. നല്ല വൈദ്യനും ദിവ്യൗഷധവുമൻ ആത്മസഖിയുമവൻ തന്നെ. യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവൻ ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവൻ ഇന്നുമെന്നും കൂടെയുള്ളവൻ. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധർത്തു തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധർത്തു അവകാശം ഞാനും ഭാവിപ്പാൻ. ശക്തി കരിച്ചെന്നെയും തേടുമേ. ശക്തി കരിച്ചെന്നെയും തൻ സന്നിധി തേടുമേ. യേശു മാറാത്തവൻ യേശു മാറാത്തവൻ
ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം കൊള്ളും നീ ഈ വൻകൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം കൊള്ളും നീ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവൻ ഇന്നുമെന്നും കൂടെയുള്ളവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവൻ ഇന്നുമെന്നും കൂടെയുള്ളവൻ തന്റെ കരുണയത്രയോ അതിവിശിഷ്ടം തൻ സ്നേഹ ആശ്ചര്യമേ തന്റെ കരുണയത്രയോ അതിവിശിഷ്ടം തൻ സ്നേഹ ആശ്ചര്യമേ എല്ലെങ്കിലും എന്നകത്തെങ്ങളും എല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ എല്ലെങ്കിലും എന്നകത്തെങ്ങളും എല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവൻ ഇന്നുമെന്നും കൂടെയുള്ളവൻ തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധത്വ അവകാശം ഞാനും ഭാവിപ്പാൻ തേജസ്സിൽ വിശുദ്ധത്വ അവകാശം ഞാനും ഭാവിപ്പാൻ ആത്മാവാൻ ശക്തിയേറിച്ചെന്നെ സന്നിധിയിൽ നിർത്തിയിടുമേ ആത്മാവാൻ ശക്തിയേറിച്ചെന്നെ സന്നിധിയിൽ നിർത്തിയിടുമേ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവൻ ഇന്നുമെന്നും കൂടെയുള്ളവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവൻ ഇന്നുമെന്നും കൂടെയുള്ളവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവൻ ഇന്നുമെന്നും കൂടെയുള്ളവൻ പ്രത്യാശ ഏറിടുന്ന എൻ്റെ പ്രിയനുമായുള്ള വാസത്തെ ഓർക്കുമ്പോൾ ഈ പഴയ ഗാനം ഇന്ന് പലരും പാടാതെടുക്കുന്ന ഒരു പാട്ടാണ്. നല്ല ഈ പാട്ട് പാടുമ്പോഴൊക്കെയും ഞാൻ ഒറ്റയ്ക്ക് ആത്മാവിലാകുന്നതായ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ആത്മാവിലായ അന്യഭാഷ പറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുന്നതായ രംഗങ്ങൾ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ട്. കാരണം കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞാൽ കൈപ്പണിയല്ലാത്ത നിത്യമായൊരു ഭവനം പ്രിയ ദൈവമക്കളെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നത് ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങളും ദുഃഖങ്ങളും അല്ലെങ്കിൽ തൊടുനേരത്തേക്കുള്ളതായ കഷ്ടങ്ങളൊന്നും സാരമില്ല എന്ന് എണ്ണുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ പിന്നെയും ദൈവം അവർക്ക് പ്രത്യാശ നൽകി തരട്ടെ. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രത്യാശ ഏറിടുന്ന എൻ്റെ പ്രിയനുമായുള്ള വാസത്തെ ഓർക്കുമ്പോൾ കർത്താവിനോട് ഒരുമിച്ചുള്ളതായ വാസത്തെ ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും ഭാരങ്ങളും രോഗങ്ങളും ഒക്കെയും കടന്നു വരാം. എന്നാൽ അതിലേക്ക് നടുവിൽ നമ്മളെ താങ്ങി നിർത്തുന്നവനായ ദൈവശക്തി ഇന്ന് രാത്രി ഹല്ലേലൂയ വിശേഷാൽ ഈ ആലയത്തിലുണ്ട്. ആ ദൈവ ശക്തി ഓർത്ത് ആ ദൈവ കൃപയെ ഓർത്ത് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ അടിച്ച് പാടി നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രത്യാശയേറിടും നീ എന്റെ പ്രിയനുമായുള്ള ആസക്തിയോർത്തിടുമ്പോൾ പ്രത്യാശയേറിടും നീ പ്രത്യാശയേറിടും നീ എന്റെ പ്രിയനുമായുള്ള ആസക്തിയോർത്തിടുമ്പോൾ പ്രത്യാശയേറിടും നീ ലോകത്തിൻ മായയിൽ ഞാൻ ഒഴുകി പാപത്തിൽ മേവിടുമ്പോൾ സ്നേഹമെന്നെ അതോർത്തിടും
നാം പ്രാർത്ഥിപ്പാൻ പോകുകയാണ്. ഇന്നത്തെ മീറ്റിംഗിന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നത് പ്രധാനമായ 2 വിഷയങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, ഇന്ന് വചനം സംസാരിക്കുന്ന കർത്താവിന്റെ ദാസനെ കർത്താവ് ബലപ്പെടുത്തണം. അനുഗ്രഹീതമായ ദൈവത്തിനെ നമുക്ക് കേൾക്കണം. എന്നാൽ അതിലെല്ലാം ഉപരിയായി നമ്മുടെ പ്രിയ സഹോദരന്മാർ ആരംഭിച്ചിരിക്കുന്ന ഈ ഗത്സമനെ ഗോസ്പൽ മിഷന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഇന്ന് രാത്രി നാം വിശേഷാൽ ഇവിടെ ആയിരിക്കാം. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ മിഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ ഇൻസ്പിറേഷനാണ്, ഒരു വലിയ പാഷനാണ്. 25 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയുടെ മണ്ണിൽ ചില പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കർത്താവ് എന്നെയും സഹായിച്ചു. ഇപ്പോൾ 100-ൽ പരം പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഞാൻ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുവാൻ താല്പര്യപ്പെടുന്നത്, മിഷൻ വർക്കുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തക്കവണ്ണം കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. Praise God. The harvest is truly plenteous, but the laborers are few. So pray to the Lord of the harvest to send laborers into the field. Amen. Pray to the Lord of harvest to send laborers into the field. നമ്മളോട് പ്രാർത്ഥിപ്പാൻ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ ദൈവവചനത്തിലുണ്ട്. അതിലൊന്ന് ഇതാണ്: വയലിലേക്ക് വേലക്കാരെ അയക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. വേറൊരു പ്രാർത്ഥിപ്പാൻ പറഞ്ഞിരിക്കുന്ന വിഷയം യെരുശലേമിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രൈസ് ഗോഡ്. അത് നാം ചെയ്യണം. പ്രൈസ് ഗോഡ്. ഞാൻ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് ഞങ്ങളുടെ ചർച്ചിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇത്തരണത്തിൽ ഓർക്കുന്നു. ഇതിനോടുള്ള ബന്ധത്തിലാണ്.
നമ്മെ കർത്താവ് വിളിച്ചിരിക്കുന്നത് എന്തിനാ? അമേരിക്ക വന്ന ഒരു ജോലി ചെയ്ത് കുറെ പണം ഉണ്ടാക്കി നല്ലൊരു വീട് വാങ്ങിച്ച് നാം ഏത് സഭയിൽ പോകുന്നു ആ സഭയിൽ റെഗുലറായിട്ട് പോയി അവിടെ ദശാംശം കൊടുത്ത് കർത്താവ് വിളിക്കുമ്പോൾ അങ്ങ് പോവുക, ഇത്ര ഉള്ളോ നമ്മുടെ ലക്ഷ്യം? നമ്മളെ വിളിച്ചിരിക്കുന്നതിന്റെ പ്രധാനമായ ഉദ്ദേശം വേറെയാണ്. അന്ധകാരത്തിൽ നിന്ന് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നതാണ്. Praise God. You have been chosen to declare the praises of Him that has called you out of darkness and brought you into this marvelous light. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മുടെ പ്രൈമറി ഫോക്കസ് അതായിരിക്കണം. എന്നാൽ നാം എല്ലാവരും നമ്മുടെ പ്രൈമറി ഫോക്കസ് കളഞ്ഞിട്ട് നമ്മുടെ മറ്റ് സെക്കൻഡറി കാര്യങ്ങൾക്ക് വേണ്ടി നാം ശ്രദ്ധ ചെയ്തിട്ട് മുമ്പോട്ട് പോവുകയാണ് അല്ലേ? ഈ ദിവസങ്ങളിൽ അതിനൊരു വ്യത്യാസം ഉണ്ടാകണം. Praise God. Hallelujah. ദൈവത്തിന് സ്തോത്രം. ശത്രു നമ്മളെ നമ്മുടെ പ്രൈമറി ഫോക്കസിലേക്ക് ശ്രദ്ധ ചെലുത്തുവാൻ കഴിയാതെ നമ്മളെ പല രീതിയിൽ അങ്ങ് ബിസി ആക്കി അങ്ങ് വെക്കുക അല്ലേ? നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ കൊണ്ടുവരും. ഒരു പ്രശ്നം തീരുന്നതിന് മുമ്പ് അടുത്തത് കൊണ്ടുവരും. അപ്പൊ അത് സോൾവ് ചെയ്യുവാൻ വേണ്ടി നാം സമയം മുഴുവൻ കഴിയും, അതിന് മുമ്പേ അടുത്ത പ്രശ്നം വരും. നമ്മളെ ഇങ്ങനെ സൈഡ് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. That's the greatest trick of the enemy, to sidetrack us from our primary focus. ഈ ദിവസങ്ങളിൽ നാം അതിൽ നിന്ന് ഉണരണം. Praise God. അപ്പോൾ മറ്റുള്ളവരോട് സുവിശേഷം പറയാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടെ അമേരിക്കയിലൊക്കെ ആയിരിക്കും, നമുക്ക് പോയി പറയാനൊന്നും കഴിയുന്നില്ല. അറ്റ്ലീസ്റ്റ് ചിലരെ അയക്കുവാൻ നമുക്ക് കഴിയുമോ? Praise God. ആടെ കർത്താവിന് അറിയാം ഇത് രണ്ടും നിങ്ങൾ ചെയ്യുന്നില്ലെന്നല്ലേ, നമ്മൾ പലരും ചെയ്യുന്നില്ല. അതിനോട് കർത്താവ് പറയുന്നത് എന്താണെന്നറിയാമോ? അറ്റ്ലീസ്റ്റ് വേലക്കാരെ അയക്കാൻ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാമോ? പ്രൈസ് ഗോഡ്. അതെങ്കിലും ഒന്ന് ചെയ്യാമോ? നിങ്ങളോ സുവിശേഷം പറയാൻ പോകുന്നില്ല, ആരെയോട്ട് അയക്കുന്നുമില്ല, അറ്റ്ലീസ്റ്റ് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ ചിലരെ ഒന്ന് അയക്കാൻ? പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി നാം ചെയ്യാൻ പോകുന്നതാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഈ സഹോദരന്മാര് ഒരു പ്രത്യേക പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മറ്റനേക പ്രവർത്തനങ്ങൾ ഹല്ലേലൂയ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടക്കുന്നു. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിപ്പാൻ നാം കടപ്പെട്ടവരാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പ്രാർത്ഥിക്കുന്നത് മൂന്നാമത്തെ ഓപ്ഷൻ ആണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ട് അത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത്തെ ഓപ്ഷനാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ആദ്യത്തെ ഓപ്ഷൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നതിന്റെ ഉദ്ദേശം മനസ്സിലാക്കി അത് പോയി ചെയ്യുക. രണ്ടാമത്തെ ഓപ്ഷൻ ആരെങ്കിലും അയക്കുക. അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല. മൂന്നാമതൊരു കാര്യം കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാൻ, അനേകരെ ഒന്ന് അയക്കാൻ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി നമുക്ക് അതങ്ങോട്ട് ചെയ്യാം. എന്നിട്ട് കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ രണ്ടാമത്തെ കാര്യവും ചെയ്യണം, പിന്നെ ആദ്യത്തെ കാര്യവും നിങ്ങൾ ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. അതിനുവേണ്ടി ദൈവം നമ്മളെ എല്ലാവരെയും ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ പ്രിയപ്പെട്ടവർ ആരംഭിച്ചിരിക്കുന്ന ആ പ്രവർത്തനം ഒരു വലിയ പ്രവർത്തനമായി മുമ്പോട്ട് വരുവാൻ കർത്താവ് സഹായിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിൽ പാസ്റ്റർ രാജു ജോർജ് ആൻഡ് പാസ്റ്റർ തോമസ് കിടങ്ങാലിൽ നമ്മെ സഹായിക്കുന്നതായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥനായ കർത്താവേ, ഈ ദിവസത്തിന്റെ ഈ സായാഹ്ന വേളയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ സമയം മുതൽ കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾക്കായിരിക്കാൻ തക്കവണ്ണം കൃപ നൽകിയത് കൊണ്ട് സ്തോത്രം. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിൽ കർത്താവിന്റെ സന്നിധിയിൽ ആത്മാവിലും സത്യത്തിലും വിശുദ്ധിയിലും ഞങ്ങളുടെ കർത്താവിനെ ആരാധിച്ച ശേഷം ഈ സായാഹ്ന വേളയിൽ കർത്താവെ, ഗതസമന മിഷൻ ഗോസ്പലിന്റെ ആ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ പ്രത്യേക യോഗത്തിൽ സംബന്ധിപ്പാൻ തക്കവണ്ണം, അവിടുത്തെ വചനം കേൾക്കുവാൻ തക്കവണ്ണം കർത്താവെ അവിടുന്ന് ഇടയാക്കി തരുന്ന സന്ദർഭത്തിനായിട്ടും സൗകര്യത്തിനായിട്ടും നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങളെയൊക്കെ കാലാകാലങ്ങളിലായിട്ട് ഈ അമേരിക്കയുടെ പ്രദേശത്തേക്ക് അവിടുന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു. ഒന്നുമില്ലാതിരുന്ന സ്ഥാനത്ത് നിന്ന് കർത്താവെ ഞങ്ങളെ ഇത്രത്തോളം അവിടുന്ന് സഹായിച്ചു. അവിടുന്ന് ഞങ്ങളുടെ എബനേസറും അവിടുന്ന് ഞങ്ങളുടെ ഇമ്മാനുവേലുമായിരുന്നു ഞങ്ങൾക്ക് വേണ്ടതൊക്കെയും തന്നു. എന്നാൽ ഈ നാളുകളിൽ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിച്ചതിന് തക്കവണ്ണം
ഞങ്ങളുടെ കർത്താവിന് വേണ്ടി ഞങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമെന്നുള്ള ആ ഒരു ഭാരം ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് ഈ മിഷൻ വർക്കിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ അനേകർ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കർത്താവെ പോകുവാൻ മടിക്കുമ്പോൾ അങ്ങനെയുള്ള ഈ പ്രവർത്തനത്തെ, ഈ സംരംഭത്തെ നിന്റെ കുഞ്ഞുങ്ങൾ കർത്താവിൽ ആശ്രയിച്ച് ആരംഭിച്ചിരിക്കുമ്പോൾ കർത്താവെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ ഈ സായാഹ്ന വേളയിൽ കർത്താവെ അവിടുന്ന് അതിനെ അനുഗ്രഹിക്കുന്നതിനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ഈ കൂടി വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെയും പ്രാർത്ഥിക്കുകയാണ്. ഈ മിനിസ്ട്രിക്കായിട്ട് ചുമൽ കൊടുക്കുവാൻ തക്കവണ്ണം കർത്താവിന്റെ ദാസൻ സജി തട്ടലിനെയും ജോസ് ബേബിയെയും പാസ്റ്റർ പൊടിയനെ ഒക്കെ കർത്താവ് ഉപയോഗിക്കുന്നത് കൊണ്ട് സ്തോത്രം. വരും ദിവസങ്ങളിൽ കർത്താവെ, ഞങ്ങൾ കേട്ടതുപോലെ ഇന്ത്യയുടെ പ്രദേശത്ത് കർത്താവെ ഒരാത്മാവിനെയെങ്കിലും എന്റെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നേടിയെടുക്കുവാൻ തക്കവണ്ണം ഈ മിഷനെ അവിടുന്ന് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവെ, ഞങ്ങൾ കേട്ടതുപോലെ കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം എന്ന് ഞങ്ങളുടെ കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ആ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് കർത്താവെ, ഞങ്ങൾക്ക് കടന്നുപോയി സഹായിക്കുവാൻ, പ്രവർത്തിക്കുവാൻ തക്കവണ്ണം കഴിയുന്ന സ്ഥാനങ്ങളിലൊക്കെ അത് ചെയ്യുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങൾക്ക് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് പോയി പ്രവർത്തിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ നിന്ന് കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാവിധമായ കർത്താവെ ദാനങ്ങളിൽ നിന്നും ഞങ്ങളെ കൊണ്ട് കഴിയും വിധം അതിന് ചുമൽ കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഇടയാക്കണം. കർത്താവെ, ഞങ്ങൾ ഇവിടെ വന്ന് കേട്ടതുപോലെ കുറച്ച് പൈസ ഉണ്ടാക്കി ഇവിടെ താമസിച്ച് ഇവിടെ ഞങ്ങൾ സുഖിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനപ്പുറമായിട്ട് സ്വർഗരാജ്യത്തിന്റെ കെട്ടുപണിക്കായിട്ട് ഈ ദിവസങ്ങളില് കർത്താവെ പ്രാർത്ഥിക്കുവാൻ, പ്രവർത്തിക്കുവാൻ, കൊടുക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്കിടയാക്കണം. ആ നിലയിൽ ഈ പ്രവർത്തനത്തെ അവിടുന്ന് സഹായിക്കണം. ഒന്നുകൊണ്ട് തളർന്നു പോകാതെ, ക്ഷീണിച്ചു പോകാതെ ഈ പ്രവർത്തനത്തിന്റെ കർത്താവെ മുന്നോട്ട് ധൈര്യത്തോടു കൂടെ പോകുവാൻ നിന്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് സഹായിക്കണം. ഞങ്ങളൊക്കെ ഈ പ്രവർത്തനത്തിൽ ആവോളം വിധം കൈത്താങ്ങിന് കൊടുക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിനുശേഷം ദൈവത്തിന്റെ വചനം സംസാരിക്കുവാൻ പോകുന്ന അവിടുത്തെ ദാസനായിട്ട് സ്തോത്രം. ഈ ദിവസങ്ങളില് കർത്താവെ, അവിടുത്തെ ദാസൻ കൊല്ലം ഷമീറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അമേരിക്കയിലേക്ക് എന്റെ കർത്താവ് നിന്റെ ദാസനെ അയച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടെയാണല്ലോ നിന്റെ ദാസനെ ഈ രാജ്യത്തേക്ക് അവിടുന്ന് അയച്ചത്. ഈ നാളുകളിൽ ദൈവത്തിന്റെ പഥ്യവചനം കർത്താവെ അത് ശരിയായ നിലയിൽ ഘോഷിപ്പാൻ തക്കവണ്ണം യാതൊരു മായവും ചേർക്കാതെ അതിനെ നന്നായിട്ട് കർത്താവെ ഈ ദിവസങ്ങളില് വിഭാഗിക്കുവാൻ തക്കവണ്ണം നിന്റെ ദാസനെ എടുത്ത് ഉപയോഗിക്കുന്നത് കൊണ്ട് സ്തോത്രം. തളർന്നു പോകുവാൻ ഇടയാകരുത്, ക്ഷീണിച്ചു പോകുവാൻ ഇടയാകരുത്. ധൈര്യത്തോടുകൂടെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കർത്താവെ, യോഹന്നാൻ സ്നാപകനെ പോലെ ധൈര്യത്തോടുകൂടെ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വചനം ഘോഷിപ്പാൻ നിന്റെ ദാസനെ എടുത്ത് ഉപയോഗിക്കണം. കർത്താവെ, ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നവരൊക്കെയും അവിടുത്തെ ദൈവത്തിന്റെ വചനത്തിൽ ശക്തിപ്പെട്ട് ബലപ്പെട്ട് ഇവിടെ നിന്ന് കടന്നു പോകുവാൻ ഇടയാക്കണം. കടന്നു വന്നതുപോലെ അല്ല കർത്താവെ, അതിലുപരിയായി അനുഗ്രഹം പ്രാപിച്ച് കടന്നു പോകാൻ ഇടയാക്കണം. കർത്താവെ, ഇതിന്റെ ആദ്യ അവസാനം കൂടെ ഇരിക്കണം. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുള്ളത് കൊണ്ട് സ്തോത്രം. സകല മാനവും മഹത്വവും സ്തുതിയും സ്തോത്രം അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന പിതാവേ, കേൾക്കണമേ. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഈ ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ സമയം ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ആരാധന തന്നതിന് ശേഷം വീണ്ടും ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പല ഇടങ്ങളിലായിരുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനും പ്രാർത്ഥിപ്പാനും ദൈവവചനം കേൾപ്പാനും കൂട്ടിക്കൊണ്ടുവന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന പിതാവേ. പുരുഷാരത്തെ കണ്ട് മനസ്സറിഞ്ഞ അങ്ങ് ഇന്ന് രാത്രിയിൽ കടന്നു വന്ന ഓരോ ജനത്തോടും ഹല്ലേലൂയ അവരുടെ ആവശ്യം അനുസരിച്ച് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പിതാവേ. അങ്ങ് ഞങ്ങളുടെ ആവശ്യങ്ങൾ അനുസരിച്ച് ഞങ്ങൾക്ക് തരുന്ന ഒരു ദൈവമാകിയാൽ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഹൃദയം നുറുങ്ങിയിരിക്കുമ്പോൾ, മനസ്സ് തകർന്നിരിക്കുമ്പോൾ ഞങ്ങളുടെ ആവശ്യങ്ങളെ നടത്തി തരുന്ന ഒരു യഹോവയാണ് ഞങ്ങൾ പിൻപറ്റിയിരിക്കുന്നത് പിതാവേ. ആയതിനാൽ ഇന്ന് രാത്രി കാലവും പിതാവേ, നിന്റെ കൃപ ഞങ്ങളുടെ മേലുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. നിന്റെ സാന്നിധ്യത്താൽ ഹല്ലേലൂയ ഞങ്ങളെ ഓരോരുത്തരെയും മറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പിതാവേ. പ്രത്യേകിച്ച് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനം സംസാരിക്കുന്ന കർത്താവിന്റെ അഭിഷേകത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് പിതാവേ. ഈ ദിവസങ്ങൾ ഓരോ ദിവസവും കർത്താവിന്റെ ദാസനെ ഹല്ലേലൂയ ഓരോ മീറ്റിംഗിലും അധികമായിട്ട് ദൈവത്തിന്റെ വചന ശക്തിയോടെ സംസാരിപ്പാൻ എടുത്തുപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന പിതാവേ. കൃപയോടെ അധിക ശക്തിയോട് തുടർന്നുള്ള ശുശ്രൂഷകളും ചെയ്യുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ആവശ്യമുള്ള ഒരു വചനം ഇന്ന് രാത്രികാലം ഞങ്ങളെ തന്ന് അത് ഞങ്ങളെ ഉറപ്പിച്ച് നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. അങ്ങയുടെ വചനം 30, 60, 100 മേനിയായിട്ട് ഹല്ലേലൂയ ഫലപ്പെടുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പിതാവേ. അത് കേട്ട് ഞങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പിതാവേ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവം ഹല്ലേലൂയ ഈ മിനിസ്ട്രിയുടെ പ്രവർത്തനത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതിനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പിതാവേ. നിന്റെ മക്കൾ ഹല്ലേലൂയ ഇന്ന് അല്പസമയത്തിന് മുമ്പ് പ്രാർത്ഥിച്ച് ആരംഭിച്ച് ഇനാഗുറേഷൻ നടത്തിയിരിക്കുന്നല്ലോ പിതാവേ. ഇത് തുടർന്ന് വലിയ ശക്തിയോടെ അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ആഗ്രഹിക്കുന്നത് പോലെ പിതാവേ ആന്ധ്രയിലും അതുപോലെ കേരളത്തിന്റെ റിമോട്ട് ഏരിയയിലും ഒക്കെ ദൈവത്തിന്റെ പ്രവർത്തനം നടത്തണമെന്നാണല്ലോ അവരുടെ ആശ. ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ തുടങ്ങിയിരിക്കുന്ന പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പിതാവേ. ഇനി അവർ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പിതാവേ. യഥാർത്ഥമായിട്ട് സത്യസന്ധതയോടെ ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്ന അഭിഷക്തന്മാരെ അവർക്ക് കണ്ടെത്തുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. ഇതിന്മേലിരിക്കുന്ന ഉപയോഗിക്കുന്ന ഓരോ ഹല്ലേലൂയ ഡോളറുകളും ഹല്ലേലൂയ ദൈവമേ അതിന്റെ യഥാർത്ഥമായിട്ടുള്ള കരങ്ങളിൽ ചെല്ലുവാൻ അത് യഥാർത്ഥമായിട്ട് അവിടെ വർക്കൗട്ട് ചെയ്യുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പിതാവേ. കർത്താവിന്റെ ദാസൻ ഓർമ്മിപ്പിച്ചതുപോലെ പിതാവേ ഞങ്ങൾ ഇതിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന പിതാവേ. ഞങ്ങൾക്ക് പലരെ അയക്കുവാൻ ഒക്കുമെങ്കിൽ ഞങ്ങൾക്ക് അയക്കാൻ ഒക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പിതാവേ. ഹല്ലേലൂയ ഹല്ലേലൂയ വരും കാലങ്ങളിൽ കർത്താവേ നിന്റെ കൃപ ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ് പല മിഷൻ ഫീൽഡുകളിലും ഞങ്ങൾക്ക് പോകുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പിതാവേ. ഈ ദേവദാസന്മാർക്ക് അത് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പിതാവേ. അധ്യക്ഷപദം അലങ്കരിക്കുന്ന കർത്താവിന്റെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു പിതാവേ. ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കർത്തുവേലക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഭയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പിതാവേ. തുടർന്നുള്ള ശുശ്രൂഷയിൽ ഹല്ലേലൂയ അതിന്റെ നാമം മഹത്വപ്പെടണമേ എന്ന് വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. മഹത്വം. നാം എല്ലാവരും അറിഞ്ഞിരിക്കും പ്രകാരം ഈ മിഷന്റെ ഔപചാരികമായ ഡെഡിക്കേഷൻ പ്രയർ അല്പ മിനിറ്റുകൾ മുമ്പ് പാസ്റ്റർ കെ സി തോമസ് നടത്തുകയുണ്ടായി. ഈ മിഷനെ ഓർത്ത് തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇതിന്റെ ആവശ്യമായ ഫൈനാൻഷ്യൽ കാര്യങ്ങളെല്ലാം കർത്താവ് അവർക്ക് ചെയ്തു കൊടുക്കേണ്ടതിനായി അതെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ലോകമെമ്പാടുമുള്ള എല്ലാ മിഷനുകൾക്കും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. The harvest is truly plenteous, but the laborers are few. So to pray to the Lord of the harvest to send laborers into the field. Hallelujah. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ സമയം ഓ ജോർജ് കടന്നു വന്ന ഒരു പാട്ട് പാടാം. Praise the Lord. 100% അവിചാരിതമായിട്ടാണ് ഇന്ന് ഈ പാട്ട് പാടുവാൻ എനിക്ക് ഒരു ചാൻസ് ലഭിച്ചത്. കാരണം ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോഴാണ് സജി എന്നോട് പറയുന്ന അച്ഛൻ ഒരു പാട്ട് പാടും. നേരത്തെ പറഞ്ഞില്ലെങ്കിൽ ഞാനൊരു ട്രാക്കോ എന്തെങ്കിലും കൊണ്ടൊന്ന് പാടാമായിരുന്നു. പോട്ടെ, ഞാൻ പാടാൻ പോകുന്ന പാട്ട് നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രഭാഷയായ നമ്മുടെ ഹിന്ദിയിലാണ് പാടുന്നത്. ഞാൻ ആ പാട്ട് പാടുന്നതിൻ്റെ കാരണം ഹിന്ദി പാടാൻ അറിയാവുന്ന കാണിക്കാനല്ല, അത് നമ്മുടെ കർത്താവിൻ്റെ വരവിൻ്റെ അതിനു മുമ്പ് നാം ഭൂമി ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് സുവിശേഷ പേരോട് ബന്ധത്തിലുള്ളൊരു പാട്ടായതുകൊണ്ടാണ്. ഈ 2 ദിവസമായി ഞാൻ പാസ്റ്റർ ഷമീൻ്റെ പ്രസംഗം കേട്ടപ്പോഴും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാനുള്ള ആഹ്വാനത്തോടു കൂടിയാണ് താൻ എല്ലാ പ്രസംഗവും അവസാനിപ്പിച്ചത്. അതുകൊണ്ട് ആ പാട്ട് പാടാം. നമുക്ക് ചെയ്യേണ്ട കടമകൾ അതിനു മുമ്പായി ഏത് മിനിസ്ട്രി കൂടെ ആയാലും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കാം. मसीहा आएगा हमको ले जाने को, सारे जहां से आदि पैगाम सुनाओ. मसीहा आएगा. वेदी का पास आने से पहले अपने भाई से मेल करो. जो भी होगा दुश्मन अपने पहले उसको माफ करो. वेदी के पास आने से पहले अपने भाई से मेल करो. जो भी होगा दुश्मन अपने पहले उसको माफ करो. बाइबल भीतर पाया है, हमको यही सिखाया है. बाइबल भीतर पाया है,
हमको यही सिखाया है क्या मसीहा आएगा हमको ले जाने को सारे जहां से आज ये पैगाम सुनाओ मसीहा आएगा छोड़ो जुगली झूठ का धंधा सच्चाई से चला करो लेके झंडा क्रूस का तुम सबसे आगे बढ़ा करो छोड़ो जुगली झूठ का धंधा सच्चाई से चला करो लेके झंडा क्रूस का तुम सबसे आगे बढ़ा करो नया जमाना आया है हमको यही सिखाया है नया जमाना आया है हमको यही सिखाया है क्या मसीहा आएगा हमको ले जाने को सारे जहां से आज ये पैगाम सुनाओ मसीहा आएगा यीशु कहता मुझसे मांगो सब कुछ तुझको देऊंगा शक्ति आशीष जीवन आत्मा बल भी तुझको देऊंगा यीशु कहता मुझसे मांगो सब कुछ तुझको देऊंगा शक्ति आशीष जीवन आत्मा बल भी तुझको देऊंगा जिसने उसे आज मांगा है उसने उसे आज पाया है जिसने उसे आज मांगा है उसने उसे आज पाया है क्या मसीहा आएगा हमको ले जाने को सारे जहां से आज ये पैगाम सुनाओ मसीहा आएगा प्रेम का खातिर सूली चढ़ के यीशु ने बलिदान दिया खून को अपना बहा बहा कर पाप से हमको मुक्ति किया प्रेम का खातिर सूली चढ़ के यीशु ने बलिदान दिया खून को अपना बहा बहा कर पाप से हमको मुक्ति किया आज ये संदेश आया है भक्तों ने सुनाया है आज ये संदेश आया है भक्तों ने सुनाया है क्या मसीहा आएगा हमको ले जाने को सारे जहां से आज ये पैगाम सुनाओ मसीहा आएगा Praise God. നമ്മുടെ മശിഹ എത്രയും വേഗം വരുവാൻ പോകുന്നു. എന്നാൽ അതിനു മുമ്പായി നമുക്ക് തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് നാം നിറപടിയായി പ്രവർത്തിക്കാം. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നതിന് മുൻപേ പകലുള്ളിടത്തോളം അയച്ചവന്റെ പ്രവൃത്തി നിറപടിയായി നമുക്ക് നിവർത്തിക്കാം. Praise God. Hallelujah. Praise God. ഈ മിഷന്റെ പ്രവർത്തകരിൽ ഒരാളായ സജി ചട്ടയിൽ ഇപ്പോൾ കടന്നു വന്ന് നമ്മളോട് സംസാരിക്കുന്നതായി. ദൈവനാമത്തിന് നന്ദിയോട് സ്വാഗതം ചെയ്യുന്നു സ്തുതിക്കുന്നു. ഈ മീറ്റിംഗ് പ്രൊസൈഡ് ചെയ്യുന്ന പാസ്റ്റർ കുര്യൻ ജോർജ്, നമ്മുടെ അതിഥി പ്രസംഗനായി എത്തിയ പാസ്റ്റർ ഷമീർ കൊല്ലം, വേദിയിലും ഓഡിയൻസിലും ആഗതരായിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ദൈവദാസന്മാരെ, നിങ്ങൾക്ക് ഏവർക്കും ഞങ്ങളുടെ എളിയ വന്ദനം അറിയിക്കുന്നു. ദൈവവചനം പറയുന്നു, കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അങ്ങനെ പറയാനുള്ള കാരണം, ഈ മിനിസ്ട്രി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ദൈവത്തിൻ്റെ ഒരു കൺഫർമേഷൻ കിട്ടുന്നത് മാത്രമാണ്. അപ്പോൾ നമുക്ക് ചുറ്റും അനേക മിനിസ്ട്രികളുണ്ട്. എന്നോട് 1, 2, 3 തവണ ആലോചനയുണ്ടായി. ഞാൻ പറഞ്ഞു, ഞാൻ പല മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പലർക്കും മിഷൻ ഫീൽഡിൽ 1, 2 എൻ്റെ കഴിവിനനുസരിച്ച് വേറെ സ്ഥലങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇനി ഞാനായിട്ട് എന്തിനാണ് ചെയ്യുന്നത്, അനേകരുണ്ടല്ലോ എന്ന് പറഞ്ഞു. പാസ്റ്റർ കുര്യൻ ജോർജ് പറഞ്ഞ് അനേക സ്ഥലങ്ങളുണ്ട്, അനേക മിനിസ്ട്രികൾ ഉണ്ടാകണം. ദൈവരാജ്യം, ദൈവ സുവിശേഷം, കർത്താവിൻ്റെ സുവിശേഷം ലോകമെമ്പാടും പ്രസംഗിക്കപ്പെടണം. ഇനി അനേക വില്ലേജുകൾ, അനേക ഗ്രാമങ്ങളുണ്ട്.
എന്നാൽ എന്നോട് 1, 2, 3 തവണ ദൈവത്തിൻ്റെ ആലോചനയുണ്ടായി, നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം. 3 തവണ വന്ന് കേട്ട വാക്കാണ് ഞാൻ പറയുന്നത്, നിന്നെ എനിക്ക് വേണം, നിന്നെ എനിക്ക് വേണം. 3 വ്യക്തികൾ കൂടെ അതേ വാക്ക് കേട്ടു, നിന്നെ എനിക്ക് വേണം. ഞാൻ അത് പെൻഡിങ് വെച്ചു, ഉള്ള കാര്യം പറയുന്നത് പെൻഡിങ് വെച്ചു. പിന്നീട് ആട്ടല്ലോ, പിന്നീട് ചെയ്യാമല്ലോ, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ തിരക്കൊക്കെ ആയിട്ട്. എന്നാൽ ജീവിതത്തിൻ്റെ ഈശാനുമൂലം ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചു. പല പ്രയാസ പ്രതികൂലങ്ങളിൽ കൂടി കടക്കേണ്ടി വന്നു. ഞാനിപ്പോൾ ഞാൻ എന്തിനാ ഈ അമേരിക്ക വന്നത്, ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എനിക്ക് ഇന്ത്യയിലാണ് നല്ല ജോലി ചെയ്ത് ഇന്ത്യയിൽ ജീവിക്കാമായിരുന്നു, നല്ല ഗൾഫിൽ പോകാൻ. ഞാൻ എന്തിനാ അമേരിക്ക വന്നു? ബില്ലുകൾ അടയ്ക്കുന്നു, മറ്റൊന്നും നടക്കുന്നില്ലല്ലോ. അന്നേരം എനിക്കൊരു കൺഫർമേഷൻ വന്നു, നീ എൻ്റെ വേല ചെയ്യുക, നീ എനിക്ക് വേണ്ടി ഇറങ്ങ, നിന്നെ എനിക്ക് വേണം. ഇത് തന്നെയാണ് ഞാൻ കേട്ടത്, നിന്നെ എനിക്ക് വേണം. അതും പല വ്യക്തികളിൽ നിന്ന് ഒരേ വാചകം കേട്ടിട്ടുണ്ടെങ്കിൽ അത് കൺഫർമേഷൻ അല്ലേ? ഞാൻ പറഞ്ഞു, കർത്താവ് ഞാൻ എന്നാ ചെയ്യേണ്ടത്, നീ പറ, എന്നെ ഞാൻ സമർപ്പിക്കുന്നു. അന്നേരം പറഞ്ഞു, നീ എനിക്ക് വേണ്ടി ഇറങ്ങണം, നീ ചില വേലസ്ഥലങ്ങൾ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം, നീ നേരിട്ട് പോകണം, നീ നേരിട്ട് പോയി പ്രവർത്തിക്കണം, നീ ചിലരെ അയക്കണം, നിന്നോട് ചിലപ്പോൾ ഒന്നവരുണ്ട് സഹോദരന്മാർ കൂടുന്നെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ചെന്ന് ചെയ്യണം. അന്നേരം പറഞ്ഞു, എതിർപ്പുകളുണ്ട്, എതിർപ്പുകൾ നിന്റെ കൂടെ ഉണ്ട്, നിന്നെ അപമാനപ്പെടുത്തുവാൻ പരസ്യക്കോലം നോക്കുവാൻ എതിർപ്പുകളുണ്ട്, പക്ഷെ എൻ്റെ കൃപ നിന്റെ കൂടെ ഉണ്ട്. അതിൻ്റെ കണ്ടു കഴിഞ്ഞു എനിക്ക് അതിൻ്റെ അകത്ത്. അപ്പം ഞാനൊരു കൺഫർമേഷനോടായി ദൈവസന്നിധിയിൽ ഈ മിനിസ്ട്രിയെ കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിച്ച് സമർപ്പിച്ചു. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത് ആന്ധ്രയിലെ 2 സ്ഥലങ്ങളിൽ തുടങ്ങിക്കഴിഞ്ഞു. അതുകൂടാതെ കേരളത്തിൻ്റെ റൂറൽ ഏരിയാസിലെ ആന്ധ്രയിലെ 1-2 സ്ഥലങ്ങളിലൂടെ ദൈവദാസന്മാരെ കുടുംബമായിട്ട് അയച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഞങ്ങൾക്ക് മറ്റൊരു ചർച്ച് പ്ലാനിങ് ഒന്നുമില്ല. ഒരു വേല എസ്റ്റാബ്ലിഷ് ചെയ്ത് 10-12 കുടുംബങ്ങളായി കഴിഞ്ഞാൽ അവരെ ഏതെങ്കിലും ഒരു ഡിനോമിനേഷനുമായിട്ട് യോജിപ്പിച്ച് വിടുക. അതിനുശേഷം ഞങ്ങളുടെ അവിടുത്തെ വേല കഴിഞ്ഞു, അടുത്ത സ്ഥലത്തേക്ക് ദേവദാസന്മാരെ അയക്കുന്നു. ഇത് മാത്രമേ ഞങ്ങളുടെ ഉദ്ദേശമുള്ളൂ. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇത് ദൈവരാജ്യത്ത് കെട്ടിപ്പണിയുവാൻ, കർത്താവിൻ്റെ നാമം ഓർത്ത് കൊടുക്കുവാൻ ഞങ്ങളുടെ ഈ എളിയ പ്രവർത്തനയെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് കിട്ടുന്ന നന്മയുടെ ഭാഗമെടുത്താണ് ഞങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയും വല്ലപ്പോഴും എപ്പോഴും പ്രാർത്ഥിക്കാമില്ല. ഈ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ മിഷന്റെ വേറൊരു പ്രവർത്തനമായിരിക്കുന്ന ബ്രദർ ജോസ് ബേബി കടന്നു വന്ന പോലെ താങ്ക്സ് അറിയിക്കും. ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന പാസ്റ്റർ കുര്യൻ ജോർജ്, അതുപോലെ ഈ സ്ഥലസഭയുടെ ശുശ്രൂഷനായിരിക്കുന്ന മോനിച്ചായൻ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരുന്നതായ പാസ്റ്റർ കൊല്ലം ഷമീർ, അങ്ങനെ എല്ലാ ദേവദാസന്മാരെ, സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ എളിയ വന്ദനം ആദ്യമായി ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഇതിനോടകം തന്നെ ഈ മീറ്റിങ്ങിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് എൻ്റെ കൂട്ടു സഹോദരൻ സജി തട്ടയിൽ നിങ്ങളോട് അറിയിച്ചു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ പ്രിയ സജി തട്ടയിലിനെ എനിക്ക് 40-പരം വർഷങ്ങളായിട്ട് ഞങ്ങൾ വളരെ ചെറുപ്പം മുതൽ തന്നെ സ്കൂളിൽ പഠിക്കുമ്പോൾ, കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ ഒന്നിച്ച് പഠിക്കുകയും ഞങ്ങൾ വളരെയധികം സഹകരിച്ചതായ 2 സഹോദരന്മാരാണ് ഞങ്ങൾ. 25 വർഷത്തിന് മുമ്പ് ഞങ്ങൾ ഈ രാജ്യത്ത് കടന്നു വന്നു. ദൈവം ഞങ്ങൾക്ക് മാന്യമായ ജോലി തന്നു, മാന്യമായ വിദ്യാഭ്യാസം തന്നു. ഞങ്ങളൊക്കെയും തന്നാലാവാതെ ഈ സിറ്റിയിൽ ഞങ്ങൾക്ക് ലഭിച്ച താലന്തുകൾ വിവിധ നിലകളിൽ ഉപയോഗിച്ചതായ സഹോദരന്മാരാണ്. സജിക്ക് സംഘടനാ പാഠം ഉണ്ടായിരുന്നു. ഞാൻ മ്യൂസിക്കിൻ്റെ ഭാഗങ്ങളുമായിട്ട് എന്നെ ആര് വിളിച്ചാലും ഞാൻ അവിടെ പോയി സഹായിക്കുകയും അവരോട് കൂടിച്ചേരുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഈ സിറ്റിയിൽ ഞങ്ങളാലാവത് ചെയ്തു. ദീർഘവർഷങ്ങൾ ജോലി ചെയ്തു. 2 പേരും സർക്കാരിൽ ജോലി ചെയ്ത് ഞങ്ങളങ്ങനെ മുമ്പോട്ട് പോകും. കഴിഞ്ഞ ദിവസമാണ് കർത്താവിൻ്റെ ദാസൻ സജി തട്ടയിൽ തന്നെ ഈ മിഷൻ്റെ കാര്യത്തെപ്പറ്റി എന്നോട് പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ജീവിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാലഘട്ടത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ഗ്രാജുവേറ്റഡ് ചേഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണല്ലോ. അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എന്നും ചെയ്തുകൊണ്ടിരിക്കാതെ മുന്നോട്ട് പോകുന്നത് വളരെ സന്തോഷമാണെന്ന് കണ്ടുകൊണ്ട് ഞാൻ അതിന് സമ്മതം മൂടുകയും ഞങ്ങൾ ഈ കൺവെൻഷൻ പ്രാർത്ഥിച്ച് പാസ്റ്ററിനെ അവൈലബിൾ ആയിരുന്നു. ഞങ്ങൾ ഈ ഒരു കൺവെൻഷൻ ഇവിടെ അറേഞ്ച് ചെയ്യാനായിട്ട് ദൈവം സഹായിച്ചു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മളൊരു കാര്യം ഈ മിഷന്റെ കാര്യത്തെപ്പറ്റി ആരംഭിച്ചപ്പോൾ ഇതിന് അല്പമായ എതിർപ്പുകൾ കർത്താവിന്റെ ദാസൻ ഇതിനെപ്പറ്റി പറഞ്ഞു. നമുക്ക് ഒരു കാര്യം, എല്ലാവരെയും കൊണ്ടും എല്ലായിടും എത്തിപ്പെടാനൊക്കത്തില്ല. ഈ ലോകത്ത് ആവശ്യം പോലെ
ഇഷ്ടംപോലെ ദൈവജനം അറിയേണ്ടതായ ആൾക്കാരുണ്ട്, നീഡ് ഉള്ള ആൾക്കാരുണ്ട്, അസുഖമുള്ളവരുണ്ട്. നമ്മളെ കൊണ്ട് എല്ലാവരെയും കൊണ്ടും എല്ലാം ഒന്നും ചെയ്യാനൊക്കത്തില്ല. എന്തെങ്കിലും ഇങ്ങനെയുള്ളതായ ചെറിയ മിഷൻസ് ആണ് നമ്മളെ എവിടെയെങ്കിലും എത്തിപ്പെടുത്തുന്നത്. നമുക്ക് ഒരു ചൊല്ലുണ്ട്, നമ്മൾ ഒരു മാരത്തോൺ ഓടാൻ പോവുകയാണെങ്കിലും നമ്മളൊരു ചെറിയ സ്റ്റെപ്പ് എടുത്ത് വെച്ച ശേഷമാണ് ഈ മാരത്തോൺ ഓടുന്നത്. അതുകൊണ്ട് ഏത് മിഷനും ഏത് ഓർഗനൈസേഷനും ഒരു വെഹിക്കിളായിട്ട് നമ്മൾ ആരംഭിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഓരോ മിഷൻസ് ഉണ്ടാകുന്നത്. നല്ല കാര്യങ്ങൾ ചെയ്യുന്ന മിഷനാണെങ്കിൽ അതിന് വളരെ നല്ലതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നീട് അങ്ങനെയുള്ളതായ ഒരു ചെറിയ കാൽവയ്പ്പാണ് ഈ മിഷനിൽ നിന്നും ഇത്രയും നാളും ഉണ്ടായിട്ടുള്ളത്. കർത്തദാസൻ സജി തട്ടേൽ പറഞ്ഞതുപോലെ വിവിധ സ്റ്റേറ്റുകളിൽ ചെറിയ തോതിൽ എന്തെങ്കിലും ഒരു വേല ഉണ്ടാക്കുക, അതിൽ നിന്നും എന്തെങ്കിലും ഞങ്ങൾക്ക് ലഭിച്ച നന്മകളിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കുക, അതിനുശേഷം ഒരു വേല ഉണ്ടാകുന്നെങ്കിൽ അതിന് അടുത്തുള്ളതായ സഭകളിൽ ഈ സഭയെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഈ മിഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അങ്ങനെ മുമ്പോട്ട് പോകാനായിട്ട് ഇതിന് ദൈവം ഇടയാക്കട്ടെ. ഇതിൽ നമുക്കറിയാം, നമ്മുടെ ക്രിസ്തീയ സഭ തന്നെ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ നമുക്കറിയാം, ആദ്യം മുടന്തനെ സൗഖ്യമാക്കിയപ്പോൾ ശിഷ്യന്മാരെ തർജ്ജനം ചെയ്തപ്പോൾ അവർ മാറി ഒരു മൂലയ്ക്ക് പോയിരുന്നായിരുന്നെങ്കിൽ സഭ ഉണ്ടാവില്ലായിരുന്നു. എന്നാൽ അവരോട് എന്താണ് പറഞ്ഞത്? ഇവന് സാമാന്യ മനുഷ്യരാകിയാലും തെളിവ് നീക്കുന്നതിനാലും നമ്മൾ ഇവനെ വാണിംഗ് കൊടുത്തു വിടാം എന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ വാണിംഗ് കൊടുത്തു വിട്ടു. എന്നാൽ കൂടെയുള്ളവര് പ്രാർത്ഥിച്ചു പോയതുകൊണ്ട് സഭ ഉടനെടുത്തു. അതിൽ നിന്നാണ് സഭ മുമ്പോട്ട് പോയത്. അപ്പോൾ ഇങ്ങനെയുള്ളതായ ചെറിയ സംരംഭങ്ങൾ നമ്മൾ ചെറുതായിട്ട് കണക്കാക്കരുത്. ഇതൊരു പക്ഷേ ഒരു ലോങ് ഹോളിൽ പോകുന്നതായ ചെറിയ സംരംഭങ്ങളായിരിക്കും. എന്തെങ്കിലും പാവപ്പെട്ടവർക്ക് ഒരു ഹെൽപ്പാണെങ്കിൽ അത് ദൈവനാമത്തിനായി ദൈവത്തിൻ്റെ വചനം പ്രചരിപ്പിക്കാനായിട്ട് നമ്മൾ കരുതെങ്കിൽ അത് വലിയ കാര്യമായിട്ട് എല്ലാവരും കരുതണം എന്ന് ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന സഹോദരന്മാരെ ഓർപ്പിക്കുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്നവർക്ക് ചെറിയതായി നന്ദി പറയുക എന്നുള്ളതായ ഒരു ഫോർമൽ ഇതാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എനിക്കുള്ളത്. ആദ്യമായിട്ട് അധ്യക്ഷൻ പാസ്റ്റർ കുര്യൻ ജോർജാനെ ഞാൻ നന്ദി പറയുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ മീറ്റിംഗിൽ പ്രിസൈഡ് ചെയ്യാനായിട്ട് കർത്തദാസൻ സമ്മതിച്ചു. ദൈവം തന്നെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ നന്ദി, ഈ മിഷൻ്റെ നന്ദി അദ്ദേഹത്തിന് അർപ്പിച്ചു പോകുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇത് പ്രിസൈഡ് ചെയ്തതായ പാസ്റ്റർ മാനുവൽ ജോൺസണും അതുപോലുള്ളതായ എല്ലാവർക്കും ഈ മിഷൻ്റെ പേരിൽ ഞങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതിനുശേഷം ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരുന്നതായ പാസ്റ്റർ ഷമീർ, പാസ്റ്റർ KC തോമസ്, ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ വന്നതായ പാസ്റ്റർ KC തോമസ്, അതുപോലെ തന്നെ പാസ്റ്റർ ജോൺസൺ എബനേസർ, പാസ്റ്റർ ജോബ് മുതലായ എല്ലാ കർത്തൃദാസന്മാർക്കും ഞങ്ങളുടെ അഗൈതമായ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ ഇവിടെ പാട്ട് പാടാൻ വന്നതായ പാസ്റ്റർ TJ വർഗീസും അതുപോലുള്ളതായ എല്ലാ സഹോദരിമാർക്കും, ശാലയം പെന്തക്കോസ്റ്റൽ ടാബർനാക്കിളിലെ എല്ലാ ആൾക്കാർക്കും, സോണി, അങ്ങനെയുള്ള എല്ലാവർക്കും ഞങ്ങളുടെ പാസ്റ്റർ സഹോദരൻ PC ജോസഫ്, എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ ഇവിടെ വീഡിയോ എടുക്കാനായിട്ട് വന്നതായ സഹോദരൻ ഷാജി ഞങ്ങളുടെ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഒരാളുടെ നമ്മുടെ പിക്ചറുകൾ എടുക്കാനായിട്ട് ജോസഫ് കുമ്മനാട്, നമ്മൾ എവിടെ പോയാലും എന്ത് കാര്യങ്ങൾക്കും വളരെ ഓടി വന്ന് നമ്മളെ സഹായിക്കുന്നതായ സഹോദരൻ ജോസഫ് കുമ്മനാടിന് ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ ഇവിടുത്തെ നമ്മുടെ ഈ സ്ഥലസഭയിലെ പാസ്റ്റർ മോനിച്ചായനെ ഞങ്ങളുടെ നന്ദി പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന് പറഞ്ഞെങ്കിലേ പറ്റൂ. കാരണം ഇങ്ങനെയുള്ളതായ ഒരു ഫെസിലിറ്റി എപ്പോൾ ചോദിച്ചാലും നമ്മൾ ഒരു മടിയും കൂടാതെ തുറന്നു തന്ന് എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ് മോനിച്ചായൻ. മോനിച്ചായന് ഞങ്ങളുടെ നന്ദി അഗൈതമായിട്ട് ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അങ്ങനെ ആരെങ്കിലും വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അത് എന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെയൊക്കെയും തുറന്നുള്ളതായ എല്ലാ സപ്പോർട്ടും ഞങ്ങളോടുകൂടി ഉണ്ടായിരിക്കണം. ഈ ചെറിയ ഒരു മിഷൻ ചെറുതായി കണക്കാക്കാതെ ഞങ്ങൾക്ക് വേണ്ടിയതായ നന്മ പറഞ്ഞുകൊണ്ട് ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പാസ്റ്റർ KC തോമസ് ഡെഡിക്കേറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചതിന് ശേഷം എല്ലാവരോടും പറഞ്ഞു, നമ്മുടെ കൈകളെ തട്ടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാമെന്ന്. ഇപ്പോൾ കൈകൾ തുറക്കുവാനുള്ള അവസരമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നാം എല്ലാവരും ഇവിടെ വന്നിരുന്ന് ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറയുന്നു. എന്നാൽ പ്രവർത്തനത്തെ സഹായിക്കേണ്ടതും നമ്മുടെ കടമയാണ്. ദൈവത്തിന് സ്തോത്രം. ലോകം എമ്പാടുമുള്ള എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളെയും നാം സഹായിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഒരു കാര്യം നാം മനസ്സിലാക്കണം,
സുവിശേഷ പ്രവർത്തനം ഇന്ത്യയിൽ ചെയ്യുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമല്ല. വളരെ പെർസിക്യൂഷൻ അനുഭവിക്കുന്ന ദൈവദാസന്മാരാണ് ഇന്ത്യയിലുള്ളത്. അത് ഞാൻ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. പ്രൈസ് ഗോഡ്. ഈ കഴിഞ്ഞ ഒരു ദിവസം ഞങ്ങളുടെ ചില മിഷണറിമാര് ജയിലിലായി. അവരെ വിട്ടുകിട്ടാൻ വേണ്ടി പരിശ്രമിച്ച പരിശ്രമങ്ങളൊക്കെ വളരെ കൂടുതലാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇതൊക്കെ സഹിച്ചുകൊണ്ടാണ് കർത്താവിൻ്റെ വേല എല്ലാവരും ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. ആകയാൽ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കൈകളും വാലറ്റുകളും തുറന്ന് ധാരാളമായി പ്രവർത്തനങ്ങളെ നിങ്ങൾ എല്ലാവരും സഹായിക്കണം എന്ന് ദയവായി ഓർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. വേറൊരു കാര്യം കൂടെ ഉള്ളത്, ഒരു മെസ്സേജ് പറഞ്ഞതുകൊണ്ട് ആത്മാക്കൾ ഇപ്പോൾ വിടുവിക്കപ്പെടുന്നില്ല. ഞാനിതെല്ലാം അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നെങ്കിൽ മാത്രമേ ജനം മുമ്പോട്ട് വരത്തുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ഗോഡ്. നിങ്ങൾ എപ്പോഴെങ്കിലും പോകാൻ സൗകര്യമുണ്ടെങ്കിൽ കർണാടകയിൽ ഹുൻസൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഹുൻസൂർ മൈസൂറിൻ്റെ ഏകദേശം അടുത്ത ഒരു സ്ഥലമാണ്. അവിടെ പാസ്റ്റർ സുരേഷ് ശുശ്രൂഷിക്കുന്ന ഒരു സഭയുണ്ട്. ഇപ്പോൾ ഏകദേശം 4000 മെമ്പേഴ്സ് ആ സഭയിലുണ്ട്. 20 വർഷങ്ങൾക്ക് മുൻപ് 10 പേരെയും കൊണ്ട് തുടങ്ങിയ ഒരു സഭയാണ്. മുഴുവൻ ട്രൈബൽസ് ആണ്. എന്നാൽ എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ ആൾക്കാർ കടന്നു വരുവാൻ ഇടയായി എന്ന് ചോദിച്ചാൽ വലിയ അത്ഭുതങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ആ സഭയിൽ. മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അതുകൊണ്ടാണ് പബ്ലിസൈസ് ചെയ്യാത്തത്. 8 പേർ ഉയർത്തു. അതുകൊണ്ടാണ് ഇപ്പോൾ 4000 പേരുള്ളത് ആ സഭയിൽ. ഇപ്പോഴും ആത്മാക്കൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. 2500 പേരുള്ള ഇരിക്കാൻ സൗകര്യമുള്ള ഒരു ഹോളാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ അത് പോരാതെ വന്നിട്ട് 200 feet by 200 feet-ലുള്ള ഒരു ഹോൾ ഇപ്പോൾ അതിൻ്റെ തറക്കല്ലിട്ടു ഈ കഴിഞ്ഞ ആഴ്ച. നിങ്ങൾ ആലോചിച്ചേക്ക് അതിൻ്റെ വലിപ്പം. 1 ഏക്കറുണ്ട് അതിൻ്റെ വലിപ്പം, ആ സഭാ ഹാളിൻ്റെ വലിപ്പം. ഇതെല്ലാം നടക്കുന്നത് ചിലർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അത്ഭുതങ്ങൾ അടയാളങ്ങൾ അവിടെ നടക്കുന്നു. ദൈവത്തിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഏരിയയിൽ പോകാൻ സൗകര്യം പോയി കാണണം, അവിടെ സഹകരിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. കാരണം വെറുതെ പറയുന്നതല്ല. ഹുൻസൂർ എന്ന് പറയുന്ന സ്ഥലം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പാസ്റ്റർ സുരേഷ് എന്ന് പറയുന്ന ഹിന്ദു മാർഗത്തിൽ നിന്ന് കടന്നു വന്നതായ ഒരു ദൈവദാസൻ അവിടെ ശുശ്രൂഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. തനിക്ക് എഴുത്തും വായനയൊന്നും അറിയത്തില്ല, ഇല്ലായിരുന്നു തുടങ്ങിയപ്പോൾ. ഇപ്പൊ കുറച്ചൊക്കെ അറിയാം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവം അദ്ദേഹത്തെ ഉപയോഗിക്കാം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ആകയാൽ ഈ പ്രവർത്തനത്തിന് വേണ്ടി നമ്മുടെ കൈകളെ തുറക്കാം. പ്രൈസ് ഗോഡ്. സജി എന്തെങ്കിലും പറയാനുണ്ടോ? പ്രൈസ് ഗോഡ്. ആ സഹോദരൻ മുമ്പോട്ട് കടന്നു വന്ന് ഒരു പാട്ട് പാടുന്ന സമയത്ത് നമുക്ക് ഔദാര്യമായി ഈ പ്രവർത്തനത്തിന് വേണ്ടി കൊടുക്കാം. ദൈവം അവരെ സഹായിക്കും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോഴും സൗഖ്യവും ഹല്ലേലൂയ ഉണ്ടെന്നുള്ളതായ തെളിവ് നമ്മൾ കേട്ട് കഴിഞ്ഞു. ദൈവത്താൽ അസാധ്യമായ ഒന്നുമില്ലല്ലോ. യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ. യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. രാത്രി ആരാധിക്കുന്നതായ ദൈവമക്കളുടെ മുൻപാകെ പാടുവാൻ തക്കോണം എനിക്കും ദൈവം പ്രകാരം ഒരു ഭാഗ്യം തന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്താൽ അസാധ്യമായ ഒന്നുമില്ലല്ലോ. എല്ലാവർക്കും കരങ്ങളടിച്ച് പാടി നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ. യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ. യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ. യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ. യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോൾ ദൈവം അത് നീതിക്കായി കണക്കിട്ടു.
ആക്കി തീർത്തല്ലോ. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. ഓ, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വാസത്തിൽ പ്രാർത്ഥനയ്ക്കു മറുപടിയാ ഭൂമിയിൽ നൽകി ദൈവം അനുഗ്രഹിച്ചു. വിശ്വാസത്തിൽ പ്രാർത്ഥനയ്ക്കു മറുപടിയാ ഭൂമിയിൽ നൽകി ദൈവം അനുഗ്രഹിച്ചു. വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു, തലമുറകൾ നൽകി അനുഗ്രഹിച്ചു. വാഗ്ദത്തങ്ങൾ നിറവേറ്റി പരിപാലിച്ചു, തലമുറകൾ നൽകി അനുഗ്രഹിച്ചു. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. നമ്മുടേതായ സ്തോത്ര വഴിപാടിനെ ഓർത്തുകൊണ്ടും തുടർന്നുള്ളതായ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായും പാസ്റ്റർ രാജൻ കുഞ്ഞ് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നു. പറയുന്നത് പോലെ തന്നെ ആരും തുറക്കാത്ത വണ്ണം അടയ്ക്കുകയും ആരും അടയ്ക്കാത്ത വണ്ണം തുറക്കുകയും ചെയ്തു. കർത്താവ് അരുളി ചെയ്തു, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചു, അത് ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല. ഈ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ കർത്താവ് തുറന്ന ഈ വാതിൽ, ആ വാതിൽ കൂടെ ഇറങ്ങി പുറപ്പെടുവാൻ ആഗ്രഹിച്ചവർ പ്രവർത്തിക്കുമ്പോൾ അല്പകാര്യങ്ങളെ തുച്ഛീകരിക്കാത്ത ദൈവം അവർ ഇപ്പോൾ വിചാരിക്കുന്നതിനപ്പുറമായ രീതിയിൽ അതിനെ അനുഗ്രഹിച്ച് നടത്തും എന്ന് വിശ്വസിക്കുന്നവർ വിശ്വാസം ഏറ്റെടുത്തുകൊണ്ട് നാം അതിനുവേണ്ടി ഇന്ന് ഇട്ടതായ ചെറുതും വലുതുമായ ഈ സംഭാവനകളെയും ദൈവം വാഴ്ത്തി അനുഗ്രഹിച്ച് ഇതൊരു വലിയ ദൈവരാജ്യത്തിൻ്റെ പണിയായി തീരുവാൻ കർത്താവിനെ ഉപയോഗിക്കുവാൻ പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ നാം കേൾക്കുവാൻ പോകുന്ന വചന ശുശ്രൂഷ, ഞാൻ അദ്ദേഹത്തിൻ്റെ പല ശുശ്രൂഷകൾ പല വേദികളിൽ കേൾക്കുവാനിടയായി. സങ്കീർത്തനങ്ങൾ വായിച്ച് ധ്യാനിച്ച് നാം സന്തോഷിക്കുമ്പോൾ ഓർക്കണം, ഒരു നാഥാൻ പ്രവാചകൻ മുഖത്ത് നോക്കി നീ പാപിയാണെന്നത് കൊണ്ടാണ് ദൈവസന്നിധിയിൽ അനുഭവിച്ച് എഴുതുവാൻ ഇടയായത്. പക്ഷേ ദാവീദ് ഏറ്റെടുത്തു. ശ്രേഷ്ഠനായ അപ്പോസ്തലനായ പത്രോസിന്റെ മുഖത്ത് നോക്കി പരസ്യമായി വിശ്വാസത്താൽ നീതീകരണം പഠിപ്പിക്കുന്ന നീ ജാതികളെ എന്തിന് പരിച്ഛേദന ഏൽക്കുവാൻ നിർബന്ധിക്കുന്നു എന്ന് ചോദിച്ചപ്പോ മറുത്ത് പൗലോസിനെ ശിക്ഷാ നടപടിക്ക് വിധേയനാക്കുവാനല്ല, മറിച്ചോ യാക്കോബ് അപ്പോസ്തലന്റെ സുന്നഹദോസിൽ അതിനെ അനുകൂലിച്ച് ആദ്യം സംസാരിച്ച പത്രോസ് തന്നെയാണ്. ഇന്ന് കാലം മാറിപ്പോയിരിക്കുന്നു. ഇന്ന് വിമർശിക്കുമ്പോൾ വിമർശകരെ ഇല്ലാതാക്കുവാൻ നോക്കുന്ന സമൂഹമാണ്. നമ്മുടെ സമൂഹത്തിന്റെ വളർച്ച വേണമെങ്കിൽ ഒരു പോപ്പിനെ പോലെ തെറ്റാവരമുള്ള സമൂഹമല്ല പെന്തക്കോസ്ത് സമൂഹം. അവിടെ തെറ്റുകൾ തിരുത്തപ്പെടുവാൻ ദൈവസഭയിൽ വിധേയപ്പെടുന്ന ഒരു സമൂഹമാണെന്ന് ഓർത്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ വിശ്വാസ സത്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുവാൻ ദൈവം അഭിഷേകം ചെയ്ത ദൈവത്തിന്റെ ദാസനെ കർത്താവ് നിലനിർത്തുവാൻ പ്രാർത്ഥിക്കുന്നു. അതിലെ ആലോചനകൾ ഏറ്റെടുക്കുന്ന വക ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെടുവാൻ തയ്യാറായാൽ നാവും അനുഗ്രഹിക്കപ്പെടുവാൻ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ, ഇന്ന് പകൽ ഞങ്ങൾ ഏക മനസ്സോടെ തിരുസന്നിധിയിൽ അടുത്ത് വരും. ഈ പ്രവർത്തനത്തിനായി ഉത്സാഹത്തോടെ ഇറങ്ങുവാനും തക്കവണ്ണം അവിടുന്ന് ആത്മപ്രേരണ കൊടുത്ത് ഇറക്കിയ പ്രിയ ദാസന്മാരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ശക്തിയേറെ ശുശ്രൂഷയ്ക്കായി അവരെ ഒരുക്കിയെടുക്കണമേ. അവിടുന്ന് തുറന്നു വെച്ച വാതിൽ ആർക്കും അടയ്ക്കുവാൻ കഴിയയില്ല എന്ന് അവിടുന്ന് പറഞ്ഞുവെങ്കിൽ
അതൊരു വലിയ പ്രവർത്തനമാക്കി അവിടുന്ന് മാറ്റണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ എടുത്ത ഈ സ്വതന്ത്ര വഴിപാടുകളെ അവിടുന്ന് അനുഗ്രഹിച്ച് ധാരാളമാക്കി തീർക്കണമേ. 5 അപ്പം കൊണ്ട് 5000 പേരെ തോറ്റിയ ദൈവം ഇതിൽ കൂടെ വൻ കാര്യങ്ങളെ ചെയ്യുവാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിച്ച് ദുർക്കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രതിപൃത്തിനെ പിന്നെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് ഞങ്ങളോട് സംസാരിക്കണമേ, അടിയനോട് സംസാരിക്കണമേ. കുറവുകൾ അടിയങ്ങളെ അറിയിക്കണമേ കർത്താവേ. അത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ക്രമീകരണത്തിനും അവിടുത്തെ വരവിന് വേണ്ടി ഒരുക്കത്തോടെ നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കുന്നതുമായി തീരുവാൻ പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ ഈ പകൽക്കാലം തട്ടി ഉണർത്തണമേ. ദാസനെ അഭിഷേകം ചെയ്യണം, സക്രീകരിക്കണം, കടന്നു വന്ന ജനത്തെ അനുഗ്രഹിക്കണം. യേശു കർത്താവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. കർത്താവിന്റെ വചനത്തിൽ നിന്ന് പാസ്റ്റർ ഷമീർ കൊല്ലം ഇപ്പോൾ ശുശ്രൂഷിക്കുന്നതായിരിക്കും. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. തന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ 2-3 മാസങ്ങളായി ഈ പഠനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി തന്നെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ എല്ലാം തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ ശക്തിയോടെ പ്രസംഗിപ്പാൻ തക്കവണ്ണം കർത്താവ് ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ദാസനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കാലഘട്ടത്തിന്റെ ഒരു ശബ്ദമായി ദൈവം അദ്ദേഹത്തെ വേർതിരിച്ചിരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ശക്തിയോടെ സ്തുതിച്ചാട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല സന്ധ്യയിൽ, 3-ാം സന്ധ്യയിൽ നിങ്ങളോട് ഒന്നിച്ചായിരിക്കാൻ ദൈവമായ കർത്താവിടെ ആക്കിയത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഇന്ന് രാത്രിയിലും ദൈവജനം തുടർച്ചയായി ചിന്തിപ്പാൻ തക്കോണം ഇടയാകുന്നല്ലോ. മുഖാന്തരമായ ഗത്സമന ടീമിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നോക്കണേ, ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായി നമ്മൾ ഈ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളെ കുറിച്ചൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പലവിധമാകുന്ന പ്രതികൂലങ്ങൾ, പ്രതിസന്ധികളൊക്കെ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ആഞ്ഞടിക്കുമ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഞാൻ ഓർത്തത് എനിക്ക് മാത്രമേ ഉള്ളതാണ്. സഹിച്ചാൽ ഇതൊക്കെ പറയുമ്പോഴാണ് ഓർക്കുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല, കുറേ പേര് ഇതിൻ്റെ പുറകിലൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. എന്നാൽ നാം മനസ്സിലാക്കണം, എനിക്ക് ഒരിക്കലുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. ഞാനൊരു സഭയിൽ ശുശ്രൂഷയ്ക്കായി കടന്നുപോയി, സഭായോഗത്തിന്. അപ്പോൾ ഞാൻ ആ സഭയുടെ വഴി ഇങ്ങനെ പോകുമ്പോൾ അത് IPC സഭയാണ്. ഇപ്പോൾ ഞാൻ എല്ലാം പറയുന്നത് പറയുന്നൊരു കാര്യം. അപ്പോൾ അങ്ങനെ തിരിച്ചത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ ഈ പറഞ്ഞ ലൊക്കേഷനിൽ ചെന്നപ്പോൾ ഒരു IPCയുടെ ബോർഡ് കണ്ടു. ഞാൻ അതാകാമെന്ന് ചിന്തിച്ച്, ഇതായിരിക്കുമെന്ന് ചിന്തിച്ച് ബൈക്ക് ഇച്ചിരി മുന്നോട്ട് ഓടിച്ചപ്പോഴത്തേക്ക് അടുത്തൊരു IPC കണ്ടു. അന്നേരം ഇനി ഇതാണോ അതാണോ എന്നറിയാതെ ഇച്ചിരി മുന്നോട്ട് പോയ ഒരാളോട് ചോദിച്ചു, ഇവിടെ IPCയുടെ സഭ ഏതാന്ന് പറഞ്ഞപ്പോൾ അയാൾ വേറെ IPC കണ്ടു. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇത് ചുമ്മാ പറഞ്ഞാൽ തോന്നുന്നെങ്കിൽ നിങ്ങൾ എന്നോട് മീറ്റിംഗ് കഴിഞ്ഞ് വന്നു ചോദിച്ചാൽ ഞാൻ സ്ഥലം പറഞ്ഞുതരാം. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഏതായാലും ചുരുക്കി പറഞ്ഞാൽ 4ാമത്തെ ഒരു IPCയിൽ എത്തിയപ്പോൾ അതാ സഭ എത്തി. അപ്പം ഞാൻ അവിടുത്തെ പാസ്റ്ററോട് ചോദിച്ചു, ദേവാസനെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ 3 IPC വേറെ കണ്ടു പറഞ്ഞത് അത് 3 സെൻറ്ററാണ്. 3 സെൻറ്ററിൻ്റെയാണ് പ്രവർത്തനം. അങ്ങനെ ഞാൻ 4 ഒന്നിച്ച് പറഞ്ഞു. എന്നിട്ട് അടുത്ത വാക്ക് ഇവിടെ 5ാമത് ഒരെണ്ണം ഒരുത്ത് ഇവിടെ കോട്ടാൻ വന്നിട്ടുണ്ട്. പുള്ളി പറയാം വിടത്തില്ല. എന്ത് ചെയ്യത്തില്ല? അങ്ങനെ വിടത്തില്ല. 5ാമതൊരു IPC ഇവിടെ അങ്ങനെ വിടത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ പറഞ്ഞു, നിങ്ങളുടെ പറച്ചിൽ കേട്ടത് തോന്നുന്നു 5 അമ്പലം വന്ന പോലെ അവിടെ നിന്നില്ല. 5 അമ്പലമല്ലല്ലോ വന്നേ, ആണോ? അല്ല, ദൈവസഭയല്ലേ വന്നേ. അങ്ങനെ ഈ പഞ്ചായത്ത് മൊത്തം സഭയാകട്ടെന്നല്ലേ പ്രാർത്ഥിക്കുന്നു. മുടങ്ങില്ല. ജനം മുഴുവൻ ദൈവത്തെ അറിയണമെന്നല്ലേ പ്രാർത്ഥിക്കേണ്ടത് ഒരു ദൈവമായി. അപ്പൊ അത് അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ സഞ്ചി വീണുകൊണ്ടിരിക്കുന്നത് മറ്റേ സഞ്ചിയിലോട്ട്. അപ്പൊ ഇങ്ങനെ വെറുതെ അങ്ങ് പറയുകയും ചെയ്യും. പറയേണ്ടതിനൊട്ട് എന്ത് ചെയ്യത്തില്ല. വമ്പൻ കളികൾ വേറെ നടക്കുക, അതൊന്നും പറയത്തില്ല. ഈ ഒട്ടകത്തെ വിഴുങ്ങിയിട്ട് കൊതുകിനെ അരിച്ചെടുത്തോണ്ടിരിക്കുക. അതാണ് ഈ പരിപാടി. അതുകൊണ്ട് എനിക്കിപ്പോൾ ശീലമായി, കുഴപ്പമൊന്നുമില്ല. ആദ്യം ആയതുകൊണ്ട് ഇച്ചിരി വിഷമമൊക്കെ ഉണ്ടായിരുന്നു, ഒത്തിരി കാര്യങ്ങൾ. ഇപ്പോൾ ഇതൊക്കെ ശീലമായി. ഞാനും പഠിക്കണമല്ലോ ഇതിനകം. അപ്പം അതുകൊണ്ട് സംഗതി ഇങ്ങനൊക്കെയാ. ഒരു മുറ്റത്തോട്ടിറങ്ങി ഒരു ട്രാക്ടർ കൊടുത്ത് പരിചയമില്ലാത്തവനാണ് AC റൂമിൽ ഇരുന്നിട്ട് ഉപദേശം പറയുന്നവനെ തോണ്ടാൻ നടക്കുന്നത്. വലിയ കാര്യമുള്ളൂ. അതുകൊണ്ട് നമ്മളെ കർത്താവ് ഏൽപ്പിച്ച കാര്യം ശക്തമായിട്ട് അങ്ങോട്ട് പോവുക. സമയമായി
നാളെ ഇവരും നമ്മളും നിങ്ങളും ഈ പറഞ്ഞവരും എഴുതിയവരും എല്ലാവരും നിൽക്കുമ്പോൾ ഒരു ചോദ്യം ചോദിക്കും, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുപോകും. അന്നേരം പലരും തലയും ചൊറിഞ്ഞ് നിൽക്കും. നമുക്ക് വല്ലതും പിടിക്കാൻ ഒക്കുമെങ്കിൽ രണ്ടെണ്ണത്തെ മുമ്പോട്ട് നിർത്തിയാൽ സന്തോഷം. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഈ പ്രവർത്തനം മുന്നോട്ട് പോകാൻ ഇടയാകട്ടെ. അനേക ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടിയെടുപ്പാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ കർത്താവിൽ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് വിശുദ്ധ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ ഉറക്കെ വായിച്ചു സഹായിക്കാം. വെളിപ്പാട് 20:12. മരിച്ചവർ ആപാലവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങൾ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവിടെ പ്രവർത്തകർക്കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്കടുത്ത വിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും എടുത്ത് എവിടെ തള്ളി? തീപ്പൊയ്കയിൽ തള്ളി. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും വാക്ക് ശ്രദ്ധിക്കണം. റേഷൻ കാർഡിൽ പേരില്ലാത്തവനെ അല്ല, ആധാറിൽ പേരില്ലാത്തവനെ അല്ല, ഇലക്ഷൻ കാർഡിൽ പേരില്ലാത്തവനെ അല്ല, പാസ്പോർട്ടിൽ പേരില്ലാത്തവനെ അല്ല, സകലത്തിലും പേരുണ്ടായിട്ടും പേഴ്സിനകത്ത് 50 കാർഡ് ഉണ്ടായിട്ടും ഒട്ടുന്നില്ല. ചിലരെ പേഴ്സൊക്കെ ഇടയ്ക്ക് ഞാൻ കണ്ടു, അതുകൊണ്ടാണ് പറഞ്ഞത്. മൊത്തം കാരണം 50 കാർഡ് ഉണ്ടായിട്ടും ജീവന്റെ പുസ്തകത്തിൽ പേരില്ലയോ? അത് ഏവനായാലും അംബാനിയുടെ അനിയനാന്ന് പറഞ്ഞാൽ ജീവപുസ്തകത്തിൽ പേരില്ലയോ? നിന്നെ തീപ്പൊയ്കയിൽ മുഖപക്ഷം ഇല്ല. ന്യായവിധിയുടെ രംഗം ഇതാ വാതിക്കൽ അടുത്തു വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ അന്ത്യകാലത്ത് ചില വിഡ്ഢി കുഷ്മാണ്ഡങ്ങൾ പറയുന്നു ന്യായവിധി പ്രസംഗിക്കരുതെന്ന്. എന്നാ പിന്നെ എന്തിനാണോ വെളിപ്പാട് പുസ്തകം ഉണ്ടെന്നില്ല? ചിലര് പറയുന്നു രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെ ഇട്ട് വെറുതെ ഈ ബലം പിടിച്ച് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത്. എന്നാ പിന്നെ എന്തിനാണോ ലേഖനങ്ങൾ? 4 സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തിയും കൊണ്ട് നിർത്തണം. ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുക, അത്ഭുത അടയാളം കൊണ്ട് അവിടെ ഇരുന്നേക്കുക, കൊട്ടിപ്പാടി വരുമ്പോൾ അങ്ങ് പോവുക. പിന്നെ എന്തിനായി ലേഖനവും വെളിപ്പാടും എഴുതിയത്? ആരും വിടുന്നില്ല. ഇനി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അവൻ പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും നിർത്തിയാൽ മതിയായിരുന്നു. ന്യായവിധിയെ കുറിച്ചും ആർക്ക് പോകുന്നത്? ലോകത്തിന്. അപ്പൊ ലോകത്തോട് ന്യായവിധി ഉണ്ടെന്ന് വരുന്ന പരിശുദ്ധാത്മാവ് പറയുമെന്നാ യേശു ക്രിസ്തു പറഞ്ഞു. വിടുന്നില്ല. അപ്പൊ ഇവിടെ അണ്ണന്മാര് പറയുന്നു ലോകത്തോട് ന്യായവിധി ഒന്നും. അപ്പൊ മുഖപക്ഷമില്ലാത്ത ദൈവത്തിന്റെ സന്നിധിയിൽ ന്യായവിധിയുടെ ഒരു ദിവസം ഇതാ അടുത്തുകൊണ്ടിരിക്കുന്നു. സകലരും നിന്നേ മതിയാ. അതുകൊണ്ട് ആ ന്യായവിധിയുടെ അവസ്ഥയിലേക്ക് ഇന്നലെ നിർത്തിയിടത്തു നിന്നും നമ്മൾ ചിന്തിച്ചു തുടങ്ങിയ വെളിപ്പാടിലേക്ക് ഓടിയെത്താനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. സ്തോത്രം. നമ്മുടെയൊക്കെ പല ചിന്താഗതികളുണ്ട്. ഞാനത് ഇന്നലെ ഞാൻ നോക്കിയാൽ വ്യക്തമാക്കി. ചിലർ പറയുന്നത് വിമർശനം പാടില്ല എന്ന് പറയുന്നവരുണ്ട്. ഈ ഇടയ്ക്ക് ഒരാൾ പറഞ്ഞു നമ്മൾ വിമർശിക്കുന്നത് നല്ലതാ. വിമർശനം പാടില്ലെങ്കിൽ പൗലോസ് എഴുതിയ പല അധ്യായങ്ങളും വിമർശനം മാത്രമേ ഉള്ളൂ. ആമേൻ അല്ലേ? അന്ത്യകാലത്ത് ദുർഘട സമയം മനുഷ്യൻ സ്വസ്നേഹികളാകും. നല്ല കാര്യമാണോ അത്? വമ്പ് പറയുന്നവരും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും. വമ്പ് പറയുന്ന കയറി ഇന്നിട്ട് പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആഴ്ച ഞാൻ ഉഗാണ്ടയിലായിരുന്നു. അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരുത്തരം ശവപ്പെട്ടി എഴുന്നിട്ട് ഓടി. പിന്നെ ഞാൻ കൊച്ചി ചെന്നപ്പോൾ അവിടെ നിന്ന് വേറൊരുത്തരം ഓടി. അമേരിക്ക ചെല്ലുമ്പോൾ കൊച്ചിയിൽ ഓടി, കൊച്ചി ചെല്ലുമ്പോൾ അമേരിക്കയിൽ ഓടി. ഇവിടെ ഓടുന്നത് നമ്മളോട് കാണുന്നുമില്ല. ഇങ്ങനെ അങ്ങ് നടക്കുക. കുറെ വമ്പ് പറച്ചിൽ മാത്രമേ നടക്കുന്നുള്ളൂ, വേറൊന്നും നടക്കുന്നില്ല. ഇനി അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വന്ന അമ്മയപ്പന്മാരെ അനുസരിക്കാത്ത ദൂഷണക്കാരും ഏഷണിക്കാരും ഉഗ്രന്മാരും എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് വന്നിട്ട് പിന്നെ ചക്രവാക്കും മുഖസ്തുതിയും പറഞ്ഞു വയറിനെ സേവിക്കുന്നവരും എത്ര പഠിച്ചിട്ട് ഒരിക്കലും പരിജ്ഞാനം പ്രാപിക്കാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുന്നത് അങ്ങനെ തുടങ്ങി. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ പൗലോസിനെ ഓടിച്ചിട്ട് കൊല്ലും ഇന്നത്തെ പെന്തക്കോസ്തുകാര്.
പക്ഷെ അതൊന്നുമല്ല, സഭയ്ക്കകത്ത് ശക്തമായ നിലയിൽ വിമർശനം ഉണ്ടായിരുന്നു. അപ്പൊ ഈ അടുത്തിടയ്ക്ക് ഒരാൾ പറഞ്ഞ ഒരു പദം പീസിനാക്കിനകത്ത് വെച്ചാ പറഞ്ഞത്, വിമർശനം നല്ലതാ, പക്ഷേ കുഴിയിലോട്ട് പോകുന്ന ഒരുത്തനെ കുഴി തള്ളിയിടുന്നതാകരുത് വിമർശനം, അവനെ കുഴിന്ന് കയറ്റുന്ന വിമർശനം നല്ലതാന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ മറുപടി പറയാൻ എനിക്ക് മൈക്ക് കിട്ടിയില്ല. അതെ, കാര്യം എൻ്റെ പ്രസംഗം കഴിഞ്ഞിട്ടാ അച്ചാച്ചൻ അത് പറഞ്ഞത്. അപ്പൊ ഞാൻ അതുകൊണ്ട് പിന്നെ ഞായറാഴ്ചത്തെ മെസ്സേജിൽ അതിന്റെ മറുപടി ഞാൻ പറഞ്ഞു. ആ മറുപടി എന്താണെന്ന് അറിയാമോ? ഈ കുഴിയിൽ പോകുന്നവനെ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റുന്ന വിമർശനം നല്ലതാന്ന് അച്ചാച്ചൻ പറഞ്ഞു. അപ്പൊ എന്റെ ചോദ്യം, ഈ മനുഷ്യൻ കുഴിയിലോട്ട് പോവുക, ഓക്കെ, അപ്പൊ ഈ മനുഷ്യനെ കുഴിയിൽ നിന്ന് രക്ഷിക്കുന്നതായിരിക്കണം വിമർശനം എന്ന് പറഞ്ഞാൽ, പോകരുത് അച്ഛാ, അങ്ങോട്ട് പോകരുത് അച്ഛാ, അവിടെ കുഴി കൊണ്ട് കുഴി വീഴും എന്ന് വിമർശിക്കുക. പോകരുത്, അവിടെ വീഴും. ഈ വിമർശനം നല്ലതാ അച്ചായൻ പറഞ്ഞു, ശരിയാ. പക്ഷെ എന്റെ കൈ തട്ടി മാറ്റിയിട്ട് ഈ മനുഷ്യൻ അങ്ങ് പോവുക. പൊക്കോട്ടെ, നമുക്കെന്നെ പൊക്കോട്ടെ, നമുക്കെന്നെ, പുള്ളി പോയി വീഴട്ടെ. പക്ഷേ ഈ പുള്ളി പോകുന്ന വഴിക്ക് ജെയിംസ് അച്ചായനെയും സായിച്ചായനെയും ഇവിടുന്ന് കുറച്ച് പേരും കൂടെ കൂട്ടിക്കൊണ്ടാ കുഴിയിലോട്ട് പോകുന്നെങ്കിലും ഉണ്ടായിരിക്കണം. ഉണ്ടെന്നില്ല, ആർക്കും മനസ്സിലായില്ല. എടാ, അത് കുഴിയെ അങ്ങോട്ട് പോകല്ലേ എന്ന് പറഞ്ഞിട്ട് കൈ തട്ടി മാറ്റി പിന്നെയും കുഴിയിലോട്ട് തന്നെ പോകുന്നവനാണെങ്കിൽ പൊക്കോട്ടെ, അവൻ പോയി വീഴട്ടെ, നമുക്കെന്ത്. പക്ഷെ നമുക്ക് വേണ്ടപ്പെട്ട ചിലരെയും കൂടെ പിടിച്ചോണ്ട് ആ കുഴിയിലോട്ട് കൊണ്ടുപോയാൽ, നിങ്ങളുടെ പപ്പയോ മമ്മിയോ സഹോദരങ്ങളെയും കൂടെ പിടിച്ചോണ്ട് പോയാൽ നിങ്ങൾ ഉണ്ടായിരിക്കും. ദുരുപദേശം പ്രസംഗിക്കുന്നവൻ അവന്റെ സഭയിൽ പ്രസംഗിച്ചോട്ടെ, തലയും കുത്തിയിരുന്ന് ആരാധിച്ചോട്ടെ, സ്നാനപ്പെടാത്തവന് തിരുമേശം കൊടുത്തോട്ടെ, ഊതുവോ ഉന്തുവോ ചാടുകോ മറിയോ കസേര എടുത്ത് അടിക്കുകയോ പുറത്ത് കയറി കിടന്ന് ഇറങ്ങുകയോ എന്തോ ചെയ്തോട്ടെ അവന്റെ സഭയിൽ. ലോകം മുഴുവൻ കേൾക്കെ ഒരു സമൂഹത്തെ മുഴുവൻ തെറ്റുപഠിപ്പിക്കുമ്പോൾ, ഒരു സമൂഹത്തെ മുഴുവൻ നാശത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ മിണ്ടാതിരിക്കുന്നവനല്ല രക്ഷിക്കപ്പെട്ടവൻ. കഴിഞ്ഞ ദിവസം ഞാൻ അനുഭവിച്ച മറ്റൊരു കാര്യം പറയാം. യേശുക്രിസ്തുവിന്റെ വിശുദ്ധ തിരുമേശയെ കുറിച്ച് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്ന ഒരു പദം, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ നിങ്ങൾ കേൾപ്പിച്ചത് എന്നാൽ നമ്മുടെ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഉറക്കപ്പെടുന്ന എന്റെ തിരുമേശ എന്ന് പറയുന്ന കർത്താവിന്റെ ശരീരം. ആ ശരീരത്തെ ലോകം മുഴുവൻ കേൾക്കെ പരസ്യമായി അപമാനിച്ചിട്ട് ആരുടെയും കണ്ണ് നിറഞ്ഞില്ല. എന്തോ മനസ്സിലായി?